Hi friends, welcome to my channel. Today I am going to discuss regarding OET reading part B. Let's start. നമുക്കിന്ന് റീഡിംഗ് പാർട്ട് ബി ആയാലോ. പാർട്ട് ബിയിൽ കണ്ടീഷണൽ ക്വസ്റ്റ്യൻസിനെ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നതെന്ന് നോക്കാം. കണ്ടീഷണൽ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, എ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് വിത്ത് ഇഫ് ഓർ എ ക്വസ്റ്റ്യൻ എൻഡ് വിത്ത് ഇഫ്. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിനെയാണ് നമ്മൾ കണ്ടീഷണൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അതായത് ഒരു ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇഫ് വെച്ചിട്ടോ അല്ലെങ്കിൽ എൻഡ് ചെയ്യുന്നത് ഇഫ് വെച്ചിട്ടോ ആണെങ്കിൽ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിനെ നമ്മൾ കണ്ടീഷണൽ ക്വസ്റ്റ്യൻസ് എന്നാണ് പറയുക. അപ്പോൾ അതിനെ എങ്ങനെയാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത്. ചില സമയങ്ങളിൽ ക്വസ്റ്റ്യനിൽ ഇതിൻ്റെ ഇഫ് കാണാറില്ല, അതിന് പകരമായിട്ട് നമ്മുടെ ആൻസർ ഓപ്ഷൻസിൽ ഇഫ് കാണാൻ കഴിയും. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് സർജിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഹാവ് ബീൻ യൂസ്ഡ് ഓൺ എ പേഷ്യൻറ്റ് സസ്പെക്റ്റഡ് ഓഫ് ഹാവിങ് പ്രയോൺ ഡിസീസ് ദേ. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഒരു പ്രയോൺ ഡിസീസ് സസ്പെക്റ്റ് ചെയ്യുന്ന പേഷ്യൻസിന് ഉപയോഗിക്കുന്ന സർജിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സിനെ പറ്റിയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ആണെങ്കിൽ പ്രയോൺ ഡിസീസ് സസ്പെക്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ സർജിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സിനെ എന്ത് ചെയ്യും എന്നുള്ളത് രീതിയിലാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇൻകംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നമ്മൾ ഇൻകംപ്ലീറ്റ് ക്വസ്റ്റ്യനെ ഡീൽ ചെയ്യുമ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷനും കൂടെ കൂട്ടി വായിക്കണം, എന്നെങ്കിൽ മാത്രമേ നമുക്കൊരു കംപ്ലീറ്റ് മീനിങ് കിട്ടുകയുള്ളൂ. If surgical instruments have been used on a patient suspected of having prion disease, they must be routinely destroyed as they cannot be reused. അപ്പോൾ എ ഓപ്ഷൻ പറഞ്ഞത് they must be routinely destroyed as they cannot be reused. ഇവിടെ ദേ എന്താണ്? ദേ എന്ന് പറഞ്ഞാൽ സർജിക്കൽ ഇൻസ്ട്രുമെൻസിനെയാണ് ദേ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം ദേ മസ്റ്റ് ബി റുട്ടീൻലി ഡിസ്ട്രോയിഡ്. അപ്പോൾ സർജിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് മസ്റ്റായിട്ടും റുട്ടീനായിട്ട് ഡിസ്ട്രോയ് ചെയ്യണം എന്നാണ് പറയുന്നത്. ആസ് ദേ കനോട്ട് ബി റീയൂസ്ഡ്, അത് നമുക്ക് റീയൂസ് ചെയ്യാൻ കഴിയില്ല എന്നാണ് എ ഓപ്ഷൻ പറയുന്നത്. ബി ഓപ്ഷൻ ആണെങ്കിലോ, if surgical instruments have been used on a patient suspected of having prion disease, they may be used on other patients provided the condition has been ruled out. ഇപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നത് മേ ബി യൂസ്ഡ് ഓൺ ദ അതർ പേഷ്യൻസ്, മറ്റു പേഷ്യൻസിന് ഉപയോഗിക്കാൻ കഴിഞ്ഞേക്കും. എങ്ങനെയാണെങ്കിൽ ദ കണ്ടീഷൻ ഹാസ് ബീൻ റൂൾഡ് ഔട്ട്, കണ്ടീഷൻ റൂൾഡ് ഔട്ട് ചെയ്തതിന് ശേഷം, അതായത് പ്രയോൺ ഡിസീസ് അല്ല എന്ന് നമുക്ക് മനസ്സിലായതിന് ശേഷം നമുക്ക് മറ്റുള്ള പേഷ്യൻസിന് ഉപയോഗിക്കാൻ കഴിഞ്ഞേക്കുമെന്നാണ് ബി ഓപ്ഷൻ പറഞ്ഞേക്കുന്നത്. സി ഓപ്ഷനിലോട്ട് വരുമ്പോൾ, ഈ സർജിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഹാവ് ബീൻ യൂസ്ഡ് ഓൺ പേഷ്യൻറ്റ് സസ്പെക്റ്റഡ് ഓഫ് ഹാവിങ് പ്രയോൺ ഡിസീസ്, ദേ ഷുഡ് ബി ഡീകണ്ടാമിനേറ്റഡ് എ പെർട്ടിക്കുലർ വേ ബിഫോർ യൂസ് വിത്ത് അതർ പേഷ്യൻസ്. അവിടെ പറയുന്നത് പർട്ടിക്കുലർ വേയിൽ നമുക്ക് ഡീകണ്ടാമിനേറ്റ് ചെയ്യണം, പർട്ടിക്കുലർ വേയിൽ ഡീകണ്ടാമിനേറ്റ് ചെയ്യണം ബിഫോർ യൂസ് വിത്ത് അതർ പേഷ്യൻസ്. മറ്റു പേഷ്യൻസിന് യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് പർട്ടിക്കുലർ വേയിൽ ഡീകണ്ടാമിനേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ 3 ഓപ്ഷനും നോക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. അവിടെ ഒരു മോഡൽ വേർബ്സിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് അവിടെ കാണിച്ചിരിക്കുന്നത് അല്ലേ. എ ഓപ്ഷനിൽ മസ്റ്റ് ബി, ബി ഓപ്ഷനിൽ മേ ബി, സി ഓപ്ഷനിൽ ഷുഡ് ബി. അപ്പം നമുക്ക് മനസ്സിലായി ഈ ഓപ്ഷനുകളെ തമ്മിൽ അവർ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഈ മോഡൽ വെർബാണ് തന്നിരിക്കുന്നത്. അപ്പം നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് മോഡൽ വെർബിലാണ് അല്ലേ. മസ്റ്റ് ബി റുട്ടീൻലി ഡിസ്ട്രോയിഡ്, തീർച്ചയായിട്ടും നമ്മൾ ഡിസ്ട്രോയ് ചെയ്യണം എന്നാണ് ഈ ഓപ്ഷൻ പറയുന്നത്. ബി ഓപ്ഷൻ പറയുന്നത് മേ ബി യൂസ്ഡ് ഓൺ ദ അതർ പേഷ്യൻസ്, നമുക്ക് മറ്റ് പേഷ്യൻസിന് ഉപയോഗിക്കാൻ കഴിഞ്ഞേക്കും എന്നാണ് പറയുന്നത്. ഷുഡ് ബി ഡീകണ്ടാമിനേറ്റഡ് ഇൻ പർട്ടിക്കുലർ വേ ബിഫോർ യൂസ് വിത്ത് അതർ പേഷ്യൻസ്. അപ്പോൾ സി പറയുന്നത് ഷുഡ് ബി ഡീകണ്ടാമിനേറ്റഡ്, ഷുഡ് ബി ഡീകണ്ടാമിനേറ്റഡ് എന്നാണ് സിയിൽ പറയുന്നത്. ഇനി നമുക്ക് അതിൻ്റെ പാരഗ്രാഫിലോട്ട് പോകാം. ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു ഗൈഡ് ലൈൻസ് ആണ്. പലരും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഗൈഡ് ലൈൻസ് പറഞ്ഞു കൊടുക്കുമോ, മെമോ പറഞ്ഞു കൊടുക്കുമോ, നോട്ടീസ് പറഞ്ഞു കൊടുക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷെ നമ്മൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഇതിലൊക്കെ കൂടെ കടന്നു പോയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഗൈഡ് ലൈൻസ് എന്ന രീതിയിൽ ആയിട്ടല്ല, പർപ്പസ് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ കടന്നു പോയപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിലൊക്കെ കൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്.
അപ്പം പ്രത്യേകമായിട്ട് നമ്മൾ ഗൈഡ് ലൈൻസ് എന്നോ മെമ്മോ എന്നോ പറഞ്ഞല്ല അവിടെ ഡീൽ ചെയ്തത്. പർപ്പസിനെ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതായിരുന്നു അവിടെ നമ്മൾ നോക്കിയത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് കണ്ടീഷണൽ ക്വസ്റ്റ്യൻസിന് എങ്ങനെയാണ് നമ്മൾ ഡീൽ ചെയ്യുന്നതെന്നാണ്. പക്ഷേ ഇവിടുത്തെ ഇതെന്ന് പറയുന്നത് എന്താണ്, ഗൈഡ് ലൈൻസ് ആണ്. അപ്പോൾ അങ്ങനെ പ്രത്യേകമായിട്ട് എടുക്കുന്നില്ല എങ്കിലും നമ്മുടെ ക്വസ്റ്റ്യൻസിലൊക്കെ ഇതെല്ലാം വരുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ നോക്കാം, ഗൈഡ് ലൈൻസ് ഇൻവേഴ്സീവ് ക്ലിനിക്കൽ പ്രൊസീജിയേഴ്സ് ഇൻ പേഷ്യൻസ് വിത്ത് സസ്പെക്റ്റഡ് പ്രയോൺ ഡിസീസ്. അപ്പോൾ ഇതെന്തിനെക്കുറിച്ചുള്ള ഗൈഡ് ലൈൻസ് ആണ്? പ്രയോൺ ഡിസീസ് സസ്പെക്റ്റ് ചെയ്യുന്ന പേഷ്യൻസിൽ ഇൻവേസീവ് ക്ലിനിക്കൽ പ്രൊസീജിയറിനെ പറ്റിയാണ്. അപ്പം നമുക്കിനി പാരഗ്രാഫിലോട്ട് പോകാം. ഇറ്റ് ഈസ് എസെൻഷ്യൽ ദാറ്റ് പേഷ്യൻസ് സസ്പെക്റ്റഡ് ഓഫ് സഫറിങ് ഫ്രം പ്രയോൺ ഡിസീസ് ആർ ഐഡൻറ്റിഫൈഡ് പ്രയർ ടു എനി സർജിക്കൽ പ്രൊസീജിയർ. അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു സർജറിക്ക് മുമ്പായിട്ട് തന്നെ നമ്മൾ പേഷ്യൻറ്റിന് പ്രയോൺ ഡിസീസ് സസ്പെക്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യണം എന്നാണ് പറയുന്നത്. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഈസ് എസെൻഷ്യൽ ദാറ്റ് പേഷ്യൻസ് സസ്പെക്റ്റഡ് ഓഫ് സഫറിങ് ഫ്രം പ്രയോൺ ഡിസീസ് ആർ ഐഡൻറ്റിഫൈഡ് പ്രയർ ടു എനി സർജിക്കൽ പ്രൊസീജിയർ. നമ്മളിപ്പോൾ ഒരു പേഷ്യൻറ്റിന് പ്രയോൺ ഡിസീസ് ഉണ്ടോ എന്ന് സംശയിക്കുകയാണെങ്കിൽ ആ സർജറിക്ക് മുമ്പായിട്ട് തന്നെ അത് ഐഡൻറ്റിഫൈ ചെയ്യണം, അവർക്ക് ആ ഡിസീസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. അതാണ് നമ്മൾ ഫസ്റ്റ് സെൻറ്റൻസിൽ പറഞ്ഞത്. അടുത്ത സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ഫെയിലുവർ ടു ഡു സോ മേ റിസൾട്ട് ഇൻ എക്സ്പോഷർ ഓഫ് ഇൻഡിവിജ്വൽസ് ഓൺ ഹൂം എനി സർജിക്കൽ എക്യുപ്മെൻറ്റ് ഈസ് സബ്സിക്വൻ്റ്ലി യൂസ്ഡ്. അങ്ങനെ നമ്മൾ ചെയ്യാൻ പരാജയപ്പെട്ടാൽ ഫെയിലുവർ ടു ഡു സോ മേ റിസൾട്ട് ഇൻ എക്സ്പോഷർ ഓഫ് ഇൻഡിവിജ്വൽസ് ഓൺ ഹൂം എനി സർജിക്കൽ എക്യുപ്മെൻറ്റ് സബ്സിക്വൻ്റ്ലി യൂസ്ഡ്. നമ്മളിങ്ങനെ ഈ പ്രയോൺ ഡിസീസ് ഉണ്ടായിട്ട് നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പരാജയപ്പെട്ടാൽ അത് എന്തിന് കാരണമാവും? ആ പേഷ്യൻ്റ് അത് ഓപ്പറേഷൻ കഴിഞ്ഞ് സബ്സിക്വൻ്റായിട്ട് വരുന്ന പേഷ്യൻസിൽ നമ്മൾ ഈ ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്യുകയും അത് പ്രയോൺ ഡിസീസ് ആ ഇൻഡിവിജ്വൽസിന് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടാവുകയും ചെയ്യുമെന്നാണ് പറഞ്ഞത്. പ്രയോൺ ആർ ഇൻഹെറൻ്റ്ലി റെസിസ്റ്റൻറ്റ് ടു കോമൺലി യൂസ്ഡ് ഡിസിൻഫെക്റ്റൻസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് സ്റ്റെറിലൈസേഷൻ. അപ്പം പറയുന്നത് എന്താണ്? പ്രയോൺസ് ആർ ഇൻഹെറൻ്റ്ലി റെസിസ്റ്റൻറ്റ് ടു കോമൺലി യൂസ്ഡ് ഡിസിൻഫെക്റ്റൻസ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ കോമൺലി യൂസ് ചെയ്യുന്ന ഡിസിൻഫെക്റ്റൻസോ അല്ലെങ്കിൽ സ്റ്റെറിലൈസേഷൻ മെത്തേഡോ ഒക്കെ റെസിസ്റ്റൻ്റ് ആണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഡിസിൻഫെക്റ്റൻ്റ് രീതിയിലോ സ്റ്റെറിലൈസേഷൻ മെത്തേഡിലോ ഒക്കെ നമ്മൾ ഈ ഇൻസ്ട്രുമെൻറ്റ്സ് സ്റ്റെറിലൈസ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ആ മൈക്രോ ഓർഗാനിസത്തിന് നമുക്ക് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു രീതിയാണ്, ഒരു മീനിങ്ങാണ് അവിടെ വരുന്നത്. അതായത് ആ ഓർഗാനിസം ഡിസ്ട്രോയ് ചെയ്യാൻ നമ്മൾക്ക് ഈ രീതിയിൽ പറ്റില്ല. This means that there is a possibility of transmission of prion disease to other patients. ഇതിനർത്ഥം അവർ പറഞ്ഞല്ലോ, ഈ പ്രയോൺ എന്ന് പറയുന്നത് ഇൻഹെറൻ്റ്ലി റെസിസ്റ്റൻറ്റ് ടു കോമൺലി യൂസ്ഡ് ഡിസിൻഫെക്റ്റൻ്റ് ആൻഡ് സ്റ്റെറിലൈസേഷൻ. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇങ്ങനെ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡിസിൻഫെക്റ്റൻ്റ് യൂസ് ചെയ്ത് നമ്മളതിനെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഇതെന്ന് പറഞ്ഞാൽ ഈ പ്രയോൺ ഡിസീസിന് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഒരു പേഷ്യൻറ്റിൽ നിന്ന് മറ്റൊരു പേഷ്യൻറ്റിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. ഈവൻ ആഫ്റ്റർ അപ്പാരൻ്റ്ലി എഫക്റ്റീവ് മെത്തേഡ് ഓഫ് ഡീകണ്ടാമിനേഷൻ ഓർ സ്റ്റെറിലൈസേഷൻ ഹാവ് ബീൻ യൂസ്ഡ്. നമ്മൾ എത്ര കറക്റ്റായിട്ടുള്ള എത്ര സ്ട്രിക്റ്റ് ആയിട്ടുള്ള മെത്തേഡ് യൂസ് ചെയ്ത് ഡീകണ്ടാമിനേറ്റ് ചെയ്താലും സ്റ്റെറിലൈസ് ചെയ്താലും ഇതിനുള്ള ചാൻസ് ഉണ്ട്. പ്രയോൺ ഡിസീസ് അടുത്ത പേഷ്യൻസിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഫോർ ദിസ് റീസൺ, അപ്പം ഇത് കാരണം, ഈ ഒരു റീസൺ കാരണം ഇറ്റ് മേ ബി നെസസറി ടു ഡിസ്ട്രോയ് ദ ഇൻസ്ട്രുമെൻറ്റ്സ്. അപ്പോൾ ഈ ഒരു കാരണത്താൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഈ ഇൻസ്ട്രുമെൻറ്റ്സ് ചിലപ്പോൾ ഡിസ്ട്രോയ് ചെയ്തേക്കാം. മേ ബി നെസസറി ടു ഡിസ്ട്രോയ് ദ ഇൻസ്ട്രുമെൻറ്റ്സ് ആഫ്റ്റർ യൂസ് സച്ച് എ പേഷ്യൻ്റ്. അതായത് ഒരു അത്തരത്തിലുള്ള ഒരു പേഷ്യൻസിന് യൂസ് ചെയ്ത ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ ചിലപ്പം ഡിസ്ട്രോയ് ചെയ്തേക്കാം. ഓർ ടു ക്വാറൻറ്റൈൻ ദ ഇൻസ്ട്രുമെൻറ്റ്സ്, അല്ലെന്നുണ്ടെങ്കിൽ ആ ഇൻസ്ട്രുമെൻറ്റിന് നമ്മൾ ക്വാറൻറ്റൈൻ ചെയ്യണം. എപ്പം വരെ? അണ്ടിൽ ദ ഡയഗ്നോസിസ് ഈസ് എയ്തർ കൺഫേംഡ്, ഒന്നിൽ ആ പേഷ്യൻറ്റിന് പ്രയോൺ ഡിസീസ് ആണെന്ന് കണ്ടുപിടിക്കുന്നത് വരെ, കൺഫേം ചെയ്യുന്നത് വരെ, അല്ലെന്നുണ്ടെങ്കിൽ ഓർ ആൻ ഓൾട്ടർനേറ്റീവ് ഡയഗ്നോസിസ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ്,
ഒന്നിൽ ആ പേഷ്യൻറ്റിന് പ്രയോൺ ഡിസീസ് ആണെന്ന് കൺഫേം ആക്കുന്നത് വരെ, അല്ലെന്നുണ്ടെങ്കിൽ ആ പേഷ്യൻ്റെ ഡയഗ്നോസിസ് പ്രയോൺ ഡിസീസ് അല്ല മറ്റൊരു ഡിസീസ് ആയിരുന്നു എന്ന് കണ്ടുപിടിക്കുന്നത് വരെ നമ്മളിതിന് ക്വാറൻറ്റൈൻ ചെയ്യണം എന്നാണ് പറയുന്നത്. ഇൻ എനി കേസ് ദ ഇൻസ്ട്രുമെൻറ്റ്സ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ദ സെയിം പേഷ്യൻ്റ് ഓൺ അനദർ ഒക്കേഷൻ ഇഫ് നെസസറി. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇപ്പം നമ്മളൊരു പ്രയോൺ ഡിസീസ് സസ്പെക്റ്റ് ചെയ്ത പേഷ്യൻറ്റിന് ഒരു സർജറി നടത്തി, അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അവർക്ക് വേറെ ഒരു ഓപ്പറേഷനും കൂടെ വേണ്ടി വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ യൂസ് ചെയ്ത ഇൻസ്ട്രുമെൻറ്റ്സ് ആ പേഷ്യൻറ്റിന് തന്നെ, സെയിം പേഷ്യൻറ്റിന് തന്നെ നമുക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. ഇൻ എനി കേസ് ദ ഇൻസ്ട്രുമെൻറ്റ്സ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ദ സെയിം പേഷ്യൻ്റ് ഓൺ അനദർ ഒക്കേഷനിൽ നമുക്ക് ഈ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ആവശ്യമെങ്കിൽ യൂസ് ചെയ്യാം എന്നാണ് ഇവിടെ പറഞ്ഞത്. ഇനി നമ്മൾ ഓരോ ഓപ്ഷൻസായിട്ട് എങ്ങനെ കറക്റ്റ് ചൂസ് ചെയ്യാം, റോങ് ആയിട്ടുള്ളത് എങ്ങനെ എലിമിനേറ്റ് ചെയ്യാം നോക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ പറയുന്നത് മസ്റ്റ് ബി റുട്ടീൻലി ഡിസ്ട്രോയിഡ് ആസ് ദേ കനോട്ട് ബി റീയൂസ്ഡ് എന്നാണ് പറഞ്ഞത്. അപ്പം മസ്റ്റ് ബി റുട്ടീൻലി ഡിസ്ട്രോയിഡ് എന്നങ്ങ് നമ്മുടെ പാരഗ്രാഫിൽ പറഞ്ഞിട്ടില്ല ഇല്ലേ. ഇറ്റ് മേ ബി നെസസറി ടു ഡിസ്ട്രോയ് ദ ഇൻസ്ട്രുമെൻറ്റ്സ് എന്നാണ് പറഞ്ഞത്. മേ ബി നെസസറി ടു ഡിസ്ട്രോയ് എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മുടെ ഓപ്ഷൻ എന്താണ് തന്നിരിക്കുന്നത്, മസ്റ്റ് ബി റുട്ടീൻലി. അപ്പം നമ്മുടെ എ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. ബി ഓപ്ഷനിലോട്ട് വരുമ്പോൾ മേ ബി യൂസ്ഡ് ഓൺ അതർ പേഷ്യൻസ് പ്രൊവൈഡഡ് ദ കണ്ടീഷൻ ഹാസ് ബീൻ റൂൾഡ് ഔട്ട്. അത് ശരിയായി വരുന്നുണ്ട് ഇല്ലേ. നമ്മുടെ പാരഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ട് ഇത് നമ്മൾ ഫോർ ദീസ് റീസൺ ഇറ്റ് മേ ബി നെസസറി ടു ഡിസ്ട്രോയ് ദ ഇൻസ്ട്രുമെൻറ്റ്സ് ആഫ്റ്റർ യൂസ് on such patient or to quarantine the instrument until the diagnosis is either confirmed. ഒന്നി പ്രയോൺ ഡിസീസ് ആണെന്ന് കൺഫേം ആക്കുന്നത് വരെ, അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് ഓൾട്ടർനേറ്റീവ് ഡയഗ്നോസിസ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ്. അപ്പോൾ ഒരു ഓൾട്ടർനേറ്റീവ് പ്രയോൺ ഡിസീസ് അല്ല എന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഇൻസ്ട്രുമെൻറ്റ്സ് വേണമെങ്കിൽ അതർ പേഷ്യൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമല്ലോ. അതാണ് ബിയിൽ പറഞ്ഞേക്കുന്നത്. മേ ബി യൂസ്ഡ് ഓൺ അതർ പേഷ്യൻസ് പ്രൊവൈഡഡ് ഓൺ ദ കണ്ടീഷൻ ഹാസ് ബീൻ റൂൾഡ് ഔട്ട്. എവിടെ നിന്നാണ് ആൻസർ കിട്ടിയത്? ഓർ ആൻ ഓൾട്ടർനേറ്റീവ് ഡയഗ്നോസിസ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് എന്ന് പറയുന്നില്ലേ, അവിടെയാണ് നമ്മുടെ ആൻസർ വന്നിരിക്കുന്നത്. ഇനി സി ഓപ്ഷൻ നോക്കിയാൽ ഷുഡ് ബി ഡീകണ്ടാമിനേറ്റഡ് ഇൻ എ പർട്ടിക്കുലർ വേ ബിഫോർ യൂസ് വിത്ത് അതർ പേഷ്യൻസ്. അങ്ങനെ എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ഷുഡ് ബി ഡീകണ്ടാമിനേറ്റഡ് ഇൻ എ പർട്ടിക്കുലർ വേ ബിഫോർ യൂസ് വിത്ത് അതർ പേഷ്യൻ്റ്. ഇവിടെ പറഞ്ഞ എന്താണ്? ദർ ഈസ് എ പോസിബിലിറ്റി ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് പ്രയോൺ ഡിസീസ് ടു അതർ പേഷ്യൻസ് ഈവൻ ആഫ്റ്റർ അപ്പാരൻ്റ്ലി എഫക്റ്റീവ് മെത്തേഡ് ഓഫ് ഡീകണ്ടാമിനേഷൻ ഓർ സ്റ്റെറിലൈസേഷൻ ഹാവ് ബീൻ യൂസ്ഡ് എന്നാണ്. നമ്മൾ എത്ര നല്ല രീതിയിൽ ഡീകണ്ടാമിനേഷൻ ചെയ്താലും അല്ലെങ്കിൽ സ്റ്റെറിലൈസേഷൻ ചെയ്താലും ഈ ഡിസീസ് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ സി ഓപ്ഷൻ റോങ് അല്ലേ. ഷുഡ് ബി ഡീകണ്ടാമിനേറ്റഡ് ഇൻ എ പർട്ടിക്കുലർ വേ. അവിടെ പർട്ടിക്കുലർ വേയിൽ ഡീകണ്ടാമിനേറ്റ് ചെയ്യണമെന്നാണോ പറഞ്ഞത്? എത്ര നല്ല രീതിയിൽ നമ്മൾ ചെയ്താലും അത് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് സി ഓപ്ഷനും എലിമിനേറ്റ് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മുടെ കണ്ടീഷണൽ ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് കണ്ടുപിടിക്കുന്നത്. കണ്ടീഷണൽ ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ നമ്മുടെ ആൻസേഴ്സ് മിക്കവാറും ഏറ്റവും ലാസ്റ്റ് ലൈനുകളിലായിരിക്കും വരിക. കാരണം ഇവിടെ ആദ്യം അത് എന്താണ് എന്ന് അവർ തരുന്ന ടോപ്പിക്കിനെ പറ്റി അതിനെപ്പറ്റി ഒരു വിവരണം തരും. അത് കഴിഞ്ഞിട്ട് ജനറലായിട്ട് ഇതെങ്ങനെയാണ് സാധാരണ എന്നുള്ള കാര്യം പറയും. അതിനുശേഷം ഇവിടെ എന്താണ് അത് ജനറലിൽ നിന്ന് ഉള്ള പ്രത്യേകത, ഏതൊരു സാഹചര്യത്തിലാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുക, എന്താണ് ഒരു എക്സെപ്ഷണൽ സിറ്റുവേഷൻ എന്നുള്ളത് പറയും. ഈ എക്സെപ്ഷണൽ സിറ്റുവേഷൻ ആയിരിക്കും നമ്മുടെ ആൻസറായിട്ട് വരിക. ജനറലായിട്ട് ഇങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് പറയും. ജനറലായിട്ട് ഇതാണ് ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു പ്രത്യേക ഒരു സാഹചര്യത്തിൽ, ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഇതിങ്ങനെയും ചെയ്യാമെന്നുള്ള രീതിയിലായിരിക്കും പറയുക. അപ്പം നമ്മുടെ ആൻസർ വരിക ലാസ്റ്റ് ലൈൻസിലായിരിക്കും കണ്ടീഷണൽ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ വരിക. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനോട്ട് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നഴ്സിംഗ് സ്റ്റാഫ് ക്യാൻ റിമൂവ് എ ഡ്രസ്സിങ് ഇഫ്. ഏത് സാഹചര്യത്തിലാണ് ഒരു നഴ്സിംഗ് സ്റ്റാഫിന് ഡ്രസ്സിങ് റിമൂവ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചത്. നഴ്സിംഗ് സ്റ്റാഫ് ക്യാൻ റിമൂവ് ഡ്രസ്സിങ് ഇഫ്. ഏത് സാഹചര്യത്തിലാണ്
നഴ്സിംഗ് സ്റ്റാഫിന് ഡ്രസ്സിങ് റിമൂവ് ചെയ്യാൻ കഴിയുക. അപ്പോൾ ഇവിടെ ഒരു ഇൻകംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ആണ്. നഴ്സിംഗ് സ്റ്റാഫ് ക്യാൻ റിമൂവ് എ ഡ്രസ്സിങ് ഇഫ് എ മെമ്പർ ഓഫ് സർജിക്കൽ ടീം ഈസ് പ്രസൻറ്റ്. ഫസ്റ്റ് ഓപ്ഷൻ പറഞ്ഞത് സർജിക്കൽ ടീമിലെ മെമ്പർ പ്രസൻ്റ് ആയിട്ടുള്ളപ്പോഴാണോ നഴ്സിംഗ് സ്റ്റാഫിന് ഡ്രസ്സിങ് റിമൂവ് ചെയ്യാൻ കഴിയുക. ബി ഓപ്ഷൻ ചോദിച്ചിരിക്കുന്നത് നഴ്സിംഗ് സ്റ്റാഫ് ക്യാൻ റിമൂവ് ഡ്രസ്സിങ് ഇഫ് ദർ ഈസ് സിവിയർ ലീക്കേജ് ഫ്രം ദ വൂണ്ടിൽ നിന്ന് സിവിയർ ലീക്കേജ് ഉണ്ടെങ്കിലാണോ നഴ്സിംഗ് സ്റ്റാഫിന് ഡ്രസ്സിങ് റിമൂവ് ചെയ്യാൻ കഴിയുക. ആൻസർ ഓപ്ഷൻ സി നഴ്സിംഗ് സ്റ്റാഫ് ക്യാൻ റിമൂവ് എ ഡ്രസ്സിങ് ഇഫ് ദേ ബിലീവ് ദാറ്റ് ദ വൂണ്ട് ഹാസ് ഹീൽഡ്. വൂണ്ട് ഹീൽ ചെയ്തു എന്ന് വിശ്വസിക്കുമ്പോഴാണോ നഴ്സിംഗ് സ്റ്റാഫിന് ഡ്രസ്സിങ് റിമൂവ് ചെയ്യാൻ കഴിയുക. ഏത് സാഹചര്യത്തിലാണ് നഴ്സിംഗ് സ്റ്റാഫിന് ഡ്രസ്സിങ് റിമൂവ് ചെയ്യാൻ കഴിയുക? സർജിക്കൽ ടീമിലെ മെമ്പർ പ്രസൻ്റ് ആയിട്ടുള്ളപ്പോഴാണോ, അതോ സിവിയർ ലീക്കേജ് ഉള്ളപ്പോഴാണോ, അതോ അവരുടെ വൂണ്ട് ഹീലായി എന്ന് വിശ്വസിക്കുമ്പോഴാണോ നഴ്സിംഗ് സ്റ്റാഫിന് ഡ്രസ്സിങ് റിമൂവ് ചെയ്യാൻ കഴിയുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് പാരഗ്രാഫിലോട്ട് പോകാം. പോസ്റ്റ് ഓപ്പറേറ്റീവ് ഡ്രസ്സിങ്സ്, അതാണ് നമ്മുടെ ഹെഡിങ് എന്ന് പറയുന്നത്. ഡ്രസ്സിങ്സ് ആർ ആൻ ഇമ്പോർട്ടൻറ്റ് കമ്പോണൻറ്റ് ഓഫ് പോസ്റ്റ് ഓപ്പറേറ്റീവ് വൂണ്ട് മാനേജ്മെൻറ്റ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഡ്രസ്സിങ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് കമ്പോണൻ്റ് ആണ്. പോസ്റ്റ് ഓപ്പറേറ്റീവ് വൂണ്ട് മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് കമ്പോണൻ്റ് ആണ് ഡ്രസ്സിങ് എന്ന് പറയുന്നത്. എനി ഡ്രസ്സിങ് അപ്ലൈഡ് ഡ്യൂറിങ് സർജറി ഹാവ് ബീൻ ഡൺ ഓൺ സ്റ്റെറൈൽ കണ്ടീഷൻ ആൻഡ് ഷുഡ് ഐഡിയലി ബി ലെഫ്റ്റ് ഇൻ പ്ലേസ് ആസ് സ്റ്റിപ്പുലേറ്റഡ് ബൈ ദ സർജിക്കൽ ടീം. അപ്പോൾ അവർ പറയുന്നത് എന്താണ്? ഏതൊരു ഡ്രസ്സിങ് ആയാലും, സർജറിയുടെ ടൈമിൽ വെക്കുന്ന ഏതൊരു ഡ്രസ്സിങ് ആയാലും അത് നമ്മൾ സ്റ്റെറൈൽ കണ്ടീഷനിലായിരിക്കണം അപ്ലൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ അതവിടെ കീപ്പ് ചെയ്യുകയും വേണം എന്നാണ് പറയുന്നത്. അടുത്ത സെൻറ്റൻസ്, ഇറ്റ് ഈസ് ആക്സെപ്റ്റബിൾ ഫോർ ഇനീഷ്യൽ ഡ്രസ്സിങ് ടു ബി റിമൂവ്ഡ്. ഇനി എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇനീഷ്യൽ ഡ്രസ്സിങ് റിമൂവ് ചെയ്യാൻ ആക്സെപ്റ്റബിൾ ആണ്. ഇൻ ഓർഡർ ടു ഹാവ് ദ വൂണ്ട് റിവ്യൂഡ് ആൻഡ് ഇൻ സർട്ടൻ സിറ്റുവേഷൻ അപ്ലൈ എ ന്യൂ ഡ്രസ്സിങ്സ്. ഇപ്പം പറയുന്നത് എന്താണ്? ഇനീഷ്യലി ഡ്രസ്സിങ് റിമൂവ് ചെയ്യാൻ ആക്സെപ്റ്റബിൾ ആണ്. എങ്ങനെയാണെങ്കിൽ പ്രിമച്വർലി നമുക്ക് ഒരു ഡ്രസ്സിങ് റിമൂവ് ചെയ്യാം. എങ്ങനെയാണെങ്കിൽ ആൻഡ് വൂണ്ട് റിവ്യൂഡ് ആൻഡ് ഇൻ സർട്ടൻ സിറ്റുവേഷൻ അപ്ലൈ എ ന്യൂ ഡ്രസ്സിങ്. ചില സിറ്റുവേഷനിൽ നമുക്ക് ന്യൂ ഡ്രസ്സിങ് അപ്ലൈ ചെയ്യാം. ഇൻ സർട്ടൻ സിറ്റുവേഷൻ, ഈ ഈഫ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ ഈ ഒരു വേർഡ് ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഇൻ സർട്ടൻ സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞ് തരുമ്പോൾ നമ്മൾ ആ വേർഡ് കാണുവാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം എന്ന് വെച്ചാൽ എന്താണ്? എക്സെപ്ഷണൽ സിറ്റുവേഷനാണ് അവിടെ പറയുന്നത്. ഇൻ സർട്ടൻ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഏത് സിറ്റുവേഷനിലാണ് നമുക്ക് എക്സെപ്ഷനായിട്ടുള്ള സിറ്റുവേഷൻ പറയാൻ വേണ്ടിയിട്ടാണ്. ഇൻ സർട്ടൻ സിറ്റുവേഷൻസ് അപ്ലൈ എ ന്യൂ ഡ്രസ്സിങ്. ന്യൂ ഡ്രസ്സിങ് നമുക്ക് ചില സിറ്റുവേഷനിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ദീസ് സിറ്റുവേഷൻസ് ഇൻക്ലൂഡ്, ഇനി പറയുകയാണ് ഈ സിറ്റുവേഷൻസ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. വെൻ ദ ഡ്രസ്സിങ് ഈസ് നോ ലോങ്ങർ സെർവിങ് ഈസ് പർപ്പസ്. അതായത് ഒരു ഡ്രസ്സിങ് അതിൻ്റെ പേർപ്പസ് സെർവ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ. ഓർ വെൻ എ വൂണ്ട് കോംപ്ലിക്കേഷൻ ഈസ് സസ്പെക്റ്റഡ്, ഒരു വൂണ്ടിൻ്റെ കോംപ്ലിക്കേഷൻ സസ്പെക്റ്റ് ചെയ്യുകയാണെങ്കിൽ. അതായത് നോ ലോങ്ങർ സെർവിങ് ഈസ് പർപ്പസ് എന്ന് പറഞ്ഞില്ലേ, അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ എക്സാമ്പിൾ പറയുവാണ്. ഡ്രസ്സിങ് ഫോളിങ് ഓഫ്. ഒന്നാമത്തേതെന്ന് വെച്ചാൽ ഡ്രസ്സിങ് ഫോളിങ് ഓഫ് ആണെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ എക്സസീവ് എക്സുഡേറ്റ് സോക്കിംഗ് ത്രൂ ദ ഡ്രസ്സിങ്. എക്സസീവായിട്ടുള്ള എക്സുഡേറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതുമല്ല എങ്കിൽ റിസൾട്ടിങ് ഇൻ എ സബ് ഓപ്റ്റിമൽ വൂണ്ട് ഹീലിംഗ് എൻവയോൺമെൻറ്റ്. ഇതാണ് ആ സർട്ടൺ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ചില സിറ്റുവേഷനിൽ നമുക്ക് പ്രിമച്വർലി ആ വൂണ്ട് ഡ്രസ്സിങ് റിമൂവ് ചെയ്യുകയും ന്യൂ ഡ്രസ്സിങ് അപ്ലൈ ചെയ്യുകയും ചെയ്യാമെന്ന് പറഞ്ഞു. ആ സിറ്റുവേഷൻസ് ഏതൊക്കെയാണ്? ഡ്രസ്സിങ് ഫോളിങ് ഓഫ്, അവർ നമ്മൾ വെച്ച ഡ്രസ്സിങ് ഇളകി പോവുകയാണെങ്കിൽ. എക്സസീവായിട്ടുള്ള എക്സസീവായിട്ടുള്ള ലീക്കേജ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ എന്താണ് സബ് ഓപ്റ്റിമൽ വൂണ്ട് ഹീലിംഗ് അതെല്ലാം കൂടെ റിസൾട്ടിങ് ഇൻ സബ് ഓപ്റ്റിമൽ വൂണ്ട് ഹീലിംഗ് എൻവയോൺമെൻറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ നഴ്സിംഗ് സ്റ്റാഫിന് ഡ്രസ്സിങ് റിമൂവ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷനാണ് ഈ പറഞ്ഞത്. ഓർ വെൻ എ വൂണ്ട് കോംപ്ലിക്കേഷൻ ഈസ് സസ്പെക്റ്റ്, അതുമല്ല എങ്കിൽ എന്താണ്, വൂണ്ട് കോംപ്ലിക്കേഷൻ നമ്മൾ സസ്പെക്റ്റ് ചെയ്യുവാണെങ്കിലും നമുക്ക് ഈ ഡ്രസ്സിങ് റിമൂവ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കാം. എ ഓപ്ഷൻ എന്താണ് പറഞ്ഞത്? എ മെമ്പർ ഓഫ് ദ സർജിക്കൽ ടീം ഈസ് പ്രസൻറ്റ്.
നഴ്സിംഗ് സ്റ്റാഫിന് ഡ്രസ്സിങ് റിമൂവ് ചെയ്യാനായിട്ട് ഒരു സർജിക്കൽ ടീമിലെ മെമ്പർ പ്രസൻ്റ് ആയിരിക്കണം എന്ന് എങ്ങും തന്നെ പറയുന്നില്ല. നമുക്കപ്പോൾ എ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. ബി ഓപ്ഷൻ പറയുന്നു ദെയർ ഈസ് എ സിവിയർ ലീക്കേജ് ഫ്രം ദ വൂണ്ട്. യെസ്, അതവിടെ പറയുന്നുണ്ട് അല്ലേ. നമ്മുടെ സർട്ടൺ സിറ്റുവേഷനകത്ത് പറയുന്നുണ്ട് എക്സസീവ് എക്സുഡേറ്റ് സോക്കിംഗ് ത്രൂ ദ ഡ്രസ്സിങ്. എക്സസീവ് എക്സുഡേറ്റ്സ് എന്നുള്ളതിന് പാരാഫ്രൈസ് ചെയ്ത് തന്നിരിക്കുന്നത് എന്താണ്? ദെർ ഈസ് എ സിവിയർ ലീക്കേജ് ഫ്രം ദ വൂണ്ട്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. സി ഓപ്ഷൻ നോക്കാം. ദേ ബിലീവ് ദാറ്റ് ദ വൂണ്ട് ഹാസ് ഹീൽഡ്. അങ്ങനെയും നമ്മുടെ പാരഗ്രാഫിൽ എങ്ങും തന്നെ പറയുന്നില്ല. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഏതാണ്? ബി ആണ്. ബി ഓപ്ഷനാണ് നമ്മുടെ കറക്റ്റായിട്ടുള്ളത്. അപ്പം ഈ എക്സെപ്ഷണൽ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ കണ്ടീഷണൽ ക്വസ്റ്റ്യൻസിൽ നമുക്ക് ആൻസർ വരാൻ ചാൻസ് ഉള്ള ഒരു ആൻസർ കിട്ടാനുള്ള ഒരു എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ ഇൻ സർട്ടൺ സിറ്റുവേഷൻസ് എന്ന് പറയുവാണെങ്കിൽ, അല്ലെങ്കിൽ അൺലെസ് പറയുവാണെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള വേർഡുകൾ കാണുവാണെങ്കിൽ ആ ഒരു വേർഡ് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ച് വായിക്കുക. അപ്പോൾ അവിടെ ആയിരിക്കും നമ്മുടെ, അതായത് ഇൻ സർട്ടൺ സിറ്റുവേഷൻ, അതായത് ഈ ജനറലായിട്ട് എങ്ങനെയാണ് നമ്മൾ അവിടെ തന്നെ ആ ഡ്രസ്സിങ് കീപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ചില സിറ്റുവേഷനിൽ നമുക്കത് റിമൂവ് ചെയ്യാം. ഏതൊക്കെ സിറ്റുവേഷനാണ് ആ ഡ്രസ്സിങ് വെച്ചേക്കുന്നത് കറക്റ്റായിട്ടല്ല, അത് ഫോളിങ് ഓഫ് ആണെന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ എക്സസീവായിട്ടുള്ള എക്സുഡേസ് ഉണ്ടെങ്കിൽ, അതും അല്ലെങ്കിൽ സബ് ഓപ്റ്റിമൽ വൂണ്ട് ഹീലിംഗ് എൻവയോൺമെൻറ്റ് ആണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെയൊക്കെ, അല്ലെങ്കിൽ വൂണ്ട് കോംപ്ലിക്കേഷൻ സസ്പെക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ സിറ്റുവേഷനിലൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാം. അപ്പം എക്സെപ്ഷണൽ സിറ്റുവേഷൻ ഏതൊക്കെയാണോ പറയുന്നത് അതിലേതെങ്കിലും ഒരെണ്ണം ആയിരിക്കും നമ്മുടെ ആൻസറായിട്ട് വരിക. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് കരുതുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡോക്ടേഴ്സ് ആർ അഡ്വൈസ്ഡ് ടു ബ്രേക്ക് ദ പേഷ്യൻ്റ് കോൺഫിഡൻഷ്യാലിറ്റി ഇഫ്. അപ്പം ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഏത് സാഹചര്യത്തിലാണ് ഡോക്ടേഴ്സിന് അവരുടെ പേഷ്യൻറ്റിൻ്റെ കോൺഫിഡൻഷ്യാലിറ്റി ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡോക്ടേഴ്സ് ആർ അഡ്വൈസ്ഡ് ടു ബ്രേക്ക് ദ പേഷ്യൻ്റ് കോൺഫിഡൻഷ്യാലിറ്റി ഇഫ് ഫെയിലുവർ ടു ഡു സോ വുഡ് പുട്ട് അതർ പീപ്പിൾ ഇൻ ഡേഞ്ചർ. എ ഓപ്ഷൻ പറഞ്ഞത് ഫെയിലുവർ ടു ഡു സോ വുഡ് പുട്ട് അതർ പീപ്പിൾ ഇൻ ഡേഞ്ചർ. ഇങ്ങനെ നമ്മൾ പേഷ്യൻ്റെ കോൺഫിഡൻഷ്യാലിറ്റി ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ ചെയ്തില്ല എങ്കിൽ മറ്റു പേഷ്യൻസിനെ ഡേഞ്ചർ ആക്കുവാണെന്നുണ്ടെങ്കിൽ എന്നാണ് എ ഓപ്ഷൻ പറയുന്നത്. ബി ഓപ്ഷൻ ആണെങ്കിൽ ഡോക്ടേഴ്സ് ആർ അഡ്വൈസ്ഡ് ടു ബ്രേക്ക് ദ പേഷ്യൻ്റ് കോൺഫിഡൻഷ്യാലിറ്റി ഇഫ് ദേ ഇൻഫോം ദ പേഷ്യൻ്റ് ഓഫ് ദെയർ ഇൻറ്റൻഷൻ ഇൻ അഡ്വാൻസ്. അപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഡോക്ടേഴ്സിന് അവരുടെ പേഷ്യൻറ്റിൻ്റെ കോൺഫിഡൻഷ്യാലിറ്റി ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ദ പേഷ്യൻ്റ് ഓഫ് ദെയർ ഇൻറ്റൻഷൻ ഇൻ അഡ്വാൻസ്. പേഷ്യൻറ്റിനോട് അവരുടെ ഡോക്ടറിൻ്റെ ഇൻറ്റൻഷൻ നേരത്തെ കൂട്ടി പറയുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് കോൺഫിഡൻഷ്യാലിറ്റി ബ്രേക്ക് ചെയ്യാമെന്നാണ് ബി ഓപ്ഷൻ പറയുന്നത്. ഡോക്ടേഴ്സ് ആർ അഡ്വൈസ്ഡ് ടു ബ്രേക്ക് ദ പേഷ്യൻ്റ് കോൺഫിഡൻഷ്യാലിറ്റി ഇഫ് എ പേഷ്യൻ്റ് റെഫ്യൂസസ് ടു ഡിസ്ക്ലോസ് ഇൻഫർമേഷൻ റെലവൻറ്റ് ടു ദെയർ കെയർ. പേഷ്യൻ്റ് റിഫ്യൂസ് ചെയ്യുകയാണ് അവരുടെ ഇൻഫർമേഷൻ റെലവൻ്റ് ആയിട്ടുള്ള, കെയറിന് റെലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഡിസ്ക്ലോസ് ചെയ്യാൻ പേഷ്യൻ്റ് റിഫ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പേഷ്യൻറ്റിൻ്റെ കോൺഫിഡൻഷ്യാലിറ്റി ബ്രേക്ക് ചെയ്യാൻ പറ്റും എന്നാണ് സി ഓപ്ഷൻ പറയുന്നത്. ഇനി പാരഗ്രാഫിലോട്ട് പോകാം. പേഷ്യൻ്റ് കോൺഫിഡൻഷ്യാലിറ്റിയാണ് നമ്മുടെ ടോപ്പിക്ക്. കോൺഫിഡൻഷ്യാലിറ്റി ഈസ് എ സെൻട്രൽ ടു ട്രസ്റ്റ് ബിറ്റ്വീൻ ഡോക്ടേഴ്സ് ആൻഡ് പേഷ്യൻസ്. ഇവിടെ പറഞ്ഞ എന്താണ്? കോൺഫിഡൻഷ്യാലിറ്റി എന്താണെന്നാണ് ആദ്യം പറയുന്നത്. കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡോക്ടറും പേഷ്യൻറ്റും തമ്മിലുള്ള ട്രസ്റ്റാണ്. അവർ തമ്മിലുള്ള ട്രസ്റ്റിനെയാണ് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത്. സെൻട്രൽ ടു ട്രസ്റ്റ് ബിറ്റ്വീൻ ഡോക്ടേഴ്സ് ആൻഡ് പേഷ്യൻസ്. വിത്തൗട്ട് അഷുറൻസ് അബൌട്ട് എ കോൺഫിഡൻഷ്യാലിറ്റി പേഷ്യൻസ് മേ ബി റിലക്റ്റൻറ്റ് ടു സീക്ക് മെഡിക്കൽ അറ്റൻഷൻ. അതായത് നമുക്ക് ഒരു കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യും എന്നുള്ള ഒരു അഷുറൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ പേഷ്യൻസ് റിലക്റ്റൻ്റ് ആകും. എന്തിന്? മെഡിക്കൽ അറ്റൻഷൻ എടുക്കാൻ അവർ ചിലപ്പോൾ റിലക്റ്റൻ്റ് ആയേക്കാം. ഓർ ടു ഗീവ് ഡോക്ടേഴ്സ് ദ ഇൻഫർമേഷൻ ദേ നീഡ് ഇൻ ഓർഡർ ടു പ്രൊവൈഡ് എ ഗുഡ് കെയർ. ഒന്നിൽ അവർ ഡോക്ടറിൻ്റെ അടുക്കൽ നിന്ന് മെഡിക്കൽ അറ്റൻഷൻ എടുക്കാൻ റിലക്റ്റൻ്റ് ആവും. അതല്ല എന്നുണ്ടെങ്കിൽ അവർ അവരുടെ കെയറിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് ഒന്നും ചിലപ്പം ഡിസ്ക്ലോസ് ചെയ്യാതെയും ഇരിക്കും. ഹവർ എന്നിരുന്നാലും. അപ്പോൾ അവിടെ ഇത്രയും പറഞ്ഞത് എന്താണ്? കോൺഫിഡൻഷ്യാലിറ്റിയും അതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയുമാണ് അവിടെ പറഞ്ഞത്. ഫസ്റ്റ് പറഞ്ഞത് ഹവർ, നമുക്കിവിടെ ഒരു കോൺട്രാസ്റ്റ് യൂസ് ചെയ്തിരിക്കുകയാണ്. ഹവർ ഫേസ്ഡ് വിത്ത് സിറ്റുവേഷൻ ഇൻ വിച്ച് പേഷ്യൻ്റ് റെഫ്യൂസൽ ടു കൺസെൻറ്റ് ടു ഡിസ്ക്ലോസ് ലീവ്സ് അതേഴ്സ് എക്സ്പോസ്ഡ് ടു റിസ്ക് സോ serious that it outweighs the patient's and the public interest in maintaining the confidentiality
or if it is not practical or safe, seek the patient consent. Information should be disclosed promptly to an appropriate person or authority. അപ്പോൾ ഈ കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പേഷ്യൻറ്റും ഡോക്ടറും തമ്മിലുള്ള ഒരു ട്രസ്റ്റാണ്. ഇത് ഇല്ലയെന്നുണ്ടെങ്കിൽ പേഷ്യൻ്റ് ചിലപ്പോൾ മെഡിക്കൽ അറ്റൻഷൻ എടുക്കാൻ വിസമ്മതിക്കും. അതുപോലെ തന്നെ അവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കെയറിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒന്നും ചിലപ്പോൾ അവർ കൊടുക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഈ കോൺഫിഡൻഷ്യാലിറ്റിയുടെ ഇമ്പോർട്ടൻസും ആണ് നമ്മളോട് പറഞ്ഞത്. എന്നിരുന്നാലും അവർ പറയുകയാണ് ഹവർ എന്നിരുന്നാലും ഈ ഫേസ്ഡ് വിത്ത് സിറ്റുവേഷൻ ഇൻ വിച്ച് patient refusal to consent disclosure leaves others exposed to risk. അതായത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഡോക്ടറിനോടൊരു കാര്യം പറഞ്ഞേക്കുന്നത് ഈ കാര്യം എന്ന് പറയുന്നത് മറ്റു പേഷ്യൻസിനെ റിസ്കിലോട്ട് ആക്കുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഡോക്ടർക്ക് പേഷ്യൻ്റ് പറഞ്ഞ കാര്യം ഡിസ്ക്ലോസ് ചെയ്യാം എന്നാണ് പറയുന്നത്. മറ്റു പേഷ്യൻറ്റിന് ഇതിപ്പം ഡോക്ടർ അത് മറച്ചു വെച്ച് കഴിഞ്ഞാൽ മറ്റു പേഷ്യൻറ്റിനെ അത് ഡേഞ്ചറിലോട്ട് ആക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഡോക്ടർക്ക് ഈ കോൺഫിഡൻഷ്യാലിറ്റി ബ്രേക്ക് ചെയ്യാം എന്നാണ് അവിടെ പറയുന്നത്. The patient should be informed in advance that the doctor will be disclosing the information. പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, പേഷ്യൻറ്റ് ഷുഡ് ബി ഇൻഫോംഡ്. പേഷ്യൻറ്റിനെ നമ്മൾ ഡോക്ടർ ഇൻഫോം ചെയ്തിരിക്കണം. പേഷ്യൻറ്റ് ഷുഡ് ബി ഇൻഫോംഡ് ഇൻ അഡ്വാൻസ്, നേരത്തെ കൂട്ടി തന്നെ. പക്ഷേ ഇപ്പം പേഷ്യൻറ്റ് പറഞ്ഞ ഒരു കാര്യം ഡോക്ടർ മറ്റുള്ളവരോട് റിവീൽ ചെയ്യുകയാണ്, അങ്ങനെ റിവീൽ ചെയ്യാൻ പോവുകയാണ്. അപ്പം ഈ ഒരു കാര്യം ഡോക്ടർ പേഷ്യൻറ്റിനോട് പറഞ്ഞിരിക്കണം, നേരത്തെ കൂട്ടി തന്നെ പറഞ്ഞിരിക്കണം. പേഷ്യൻറ്റ് ഷുഡ് ബി ഇൻഫോംഡ് ഇൻ അഡ്വാൻസ് ദാറ്റ് ദ ഡോക്ടർ വിൽ ബി ഡിസ്ക്ലോസിങ് ദ ഇൻഫർമേഷൻ. ഡോക്ടർ ഈ ഇൻഫർമേഷൻ ഡിസ്ക്ലോസ് ചെയ്യാൻ പോവുകയാണെന്ന് പേഷ്യൻറ്റിനെ അറിയിക്കണം. പ്രൊവൈഡഡ് ദിസ് ഈസ് പ്രാക്ടിക്കൽ ആൻഡ് സേഫ്. ഇതെങ്ങനെയാണെങ്കിലാണ് ഇത് പ്രാക്ടിക്കലും സേഫുമാണെന്നുണ്ടെങ്കിൽ ഡോക്ടർ നേരത്തെ കൂട്ടി തന്നെ പേഷ്യൻറ്റിനോട് പറയണം ഞാനിത് ഡിസ്ക്ലോസ് ചെയ്യാൻ പോവുകയാണെന്ന്. ഈവൻ ഇഫ് ദ ഡോക്ടർ ഇൻറ്റൻഡൻസ് ടു ഡിസ്ക്ലോസ് വിത്തൗട്ട് ദ പേഷ്യൻ്റ് കൺസെൻറ്റ്. പേഷ്യൻറ്റിൻ്റെ കൺസെൻറ്റ് ഇല്ലാതെയാണ് ഡോക്ടർ ഇത് പറയാൻ പോകുന്നതെങ്കിൽ കൂടി ഡോക്ടർ നേരത്തെ തന്നെ പേഷ്യൻറ്റിനെ ഇൻഫോം ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഏത് സാഹചര്യത്തിലാണ് ഡോക്ടർക്ക് അവരുടെ പേഷ്യൻറ്റിൻ്റെ കോൺഫിഡൻഷ്യാലിറ്റി ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് പറഞ്ഞത്. ആദ്യം പറഞ്ഞു കോൺഫിഡൻഷ്യാലിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്, അത് കീപ്പ് ചെയ്യേണ്ടത് പേഷ്യൻറ്റും ഡോക്ടറും തമ്മിലുള്ള ട്രസ്റ്റാണ്, അതുകൊണ്ട് അത് കീപ്പ് ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞത് എന്താണ്, ചില സാഹചര്യത്തിൽ, ഏത് സാഹചര്യത്തിൽ, ഒരു പ്രത്യേക സാഹചര്യമാണല്ലോ നമ്മുടെ ഈ കണ്ടീഷണൽ ക്വസ്റ്റ്യനകത്ത് നമ്മൾ ആൻസറായിട്ട് വരിക. അപ്പോൾ ഏത് സാഹചര്യത്തിലാണ് നമുക്ക് ഒരു ഡോക്ടറിന് പേഷ്യൻ്റ് കോൺഫിഡൻഷ്യാലിറ്റി ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നത്? ആ കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്ന സംഭവം മറ്റു പേഷ്യൻസിൻ്റെ ജീവനെ അപകടത്തിലാക്കുന്നതാണെങ്കിൽ അത് ഡോക്ടർ പിന്നെയും ഡിസ്ക്ലോസ് ചെയ്യാതിരിക്കേണ്ട കാര്യമില്ല. അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ ഡോക്ടർ അത് ഡിസ്ക്ലോസ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ എ ഓപ്ഷൻ എന്താണ്, ഫെയിലുവർ ടു സോ വുഡ് പുട്ട് അതർ പീപ്പിൾ ഇൻ ഡേഞ്ചർ. അതാണ് നമ്മുടെ എ ഓപ്ഷൻ പറയുന്നത്. അപ്പം എ ആണ് കറക്റ്റായിട്ടുള്ളത് അല്ലേ. അവിടെ പറയുന്നില്ലേ, ഫേസ്ഡ് വിത്ത് സിറ്റുവേഷൻ ഇൻ വിച്ച് പേഷ്യൻ്റ് റെഫ്യൂസൽ ടു കൺസെൻറ്റ് ടു ഡിസ്ക്ലോസ് ലീവ് അതേഴ്സ് എക്സ്പോസ്ഡ് ടു റിസ്ക്. മറ്റുള്ളവരെ അത് റിസ്കിലോട്ട് നയിക്കുന്നുണ്ട്. സോ സീരിയസ് ദാറ്റ് ഇറ്റ് ഔട്ട്വേസ് ദ പേഷ്യൻസ് ആൻഡ് ദ പബ്ലിക് ഇൻട്രസ്റ്റ് ഇൻ മെയിൻറ്റെയിൻ ദ കോൺഫിഡൻഷ്യാലിറ്റി. അപ്പം നമ്മുടെ ആൻസർ എന്താണ്, എ ആണ്. ഫെയിലുവർ ടു ഡു സോ വുഡ് പുട്ട് അതർ പീപ്പിൾ ഇൻ ഡേഞ്ചർ. ബി എന്താണ്, ദേ ഇൻഫോം ദ പേഷ്യൻ്റ് ഓഫ് ദെയർ ഇൻറ്റൻഷൻ ഇൻ അഡ്വാൻസ്. അങ്ങനെയാണെങ്കിലാണോ, അവിടെ പറയുന്നുണ്ട് പേഷ്യൻറ്റിനെ ഇൻഫോം ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ആ സിറ്റുവേഷൻ ഏതാണെന്നല്ലേ നമ്മളോട് ചോദിച്ചത്. അപ്പം ബി ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അഡ്വാൻസ് ആയിട്ട് നമ്മൾ ഡോക്ടർ പറയണമെന്ന് പറയുന്നുണ്ട്. ആ സിറ്റുവേഷനിലാണോ, ബ്രേക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻ ഏതാണെന്നാണ് നമുക്ക് പറയേണ്ടത് അല്ലേ. ആ എക്സെപ്ഷണൽ സിറ്റുവേഷനാണ് നമ്മൾ പറയേണ്ടത്. അപ്പം ബി ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. സി എന്താണ്, എ പേഷ്യൻ്റ് റെഫ്യൂസസ് ടു ഡിസ്ക്ലോസ് ഇൻഫർമേഷൻ റെലവൻറ്റ് ടു ദെയർ കെയർ. അത് ആ ഒരു സിറ്റുവേഷനും അല്ലല്ലോ അവിടെ പറയുന്നത്. പേഷ്യൻ്റ് റെഫ്യൂസസ് ടു ഡിസ്ക്ലോസ് ദ ഇൻഫർമേഷൻ റെലവൻറ്റ്. അത് പറഞ്ഞത് എന്താണ്, കോൺഫിഡൻഷ്യാലിറ്റിയുടെ ഇമ്പോർട്ടൻസ് ആണ്. നമ്മൾ ഡോക്ടർ അത് കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ഒരു പേഷ്യൻറ്റ് ചിലപ്പോൾ അവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവരുടെ കെയറിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ ഡിസ്ക്ലോസ് ചെയ്യാതിരിക്കുക എന്നാണ് പറഞ്ഞത്.
ഇവിടെ നമ്മളോട് ചോദിച്ചതാണ് ഡോക്ടേഴ്സ് ഏത് സാഹചര്യത്തിലാണ് ഒരു പേഷ്യൻറ്റിൻ്റെ കോൺഫിഡൻഷ്യാലിറ്റി ബ്രേക്ക് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചത്. അപ്പം നമ്മുടെ ആൻസർ ഏതാണ്? എ ആണ്. ഫെയിലുവർ ടു ഡു സോ വുഡ് പുട്ട് അതർ പീപ്പിൾ ഇൻ ഡേഞ്ചർ. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസറിലോട്ട് എത്താനായിട്ട് നമ്മുടെ കോൺട്രാസ്റ്റ് വേർഡ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ. 4ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇഫ് എ പേഴ്സൺ ഡസ് നോട്ട് ഹാവ് ആൻ അഡ്വാൻസ് ഡയറക്റ്റീവ്. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു പേഴ്സണ് അഡ്വാൻസ് ഡയറക്റ്റീവ് ഇല്ല എങ്കിൽ അപ്പം നമുക്കൊരു ഇൻകംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ആണിത്. അപ്പം നമ്മൾ ആൻസർ കൂട്ടി വായിക്കുക. ഇഫ് എ പേഴ്സൺ ഡസ് നോട്ട് ഹാവ് ആൻ അഡ്വാൻസ് ഡയറക്റ്റീവ് ക്രിട്ടിക്കൽ ഡിസിഷൻസ് ആർ മെയ്ഡ് ബൈ കോർട്ട്. അപ്പം അഡ്വാൻസ് ഡയറക്റ്റീവ് ഇല്ല എന്നുണ്ടെങ്കിൽ ക്രിട്ടിക്കൽ ഡിസിഷൻ എടുക്കുന്നത് കോർട്ടാണെന്നാണ് എ ഓപ്ഷൻ പറയുന്നത്. ബി ഓപ്ഷൻ, ഇഫ് എ പേഴ്സൺ ഡസ് നോട്ട് ഹാവ് ആൻ അഡ്വാൻസ് ഡയറക്റ്റീവ് ഹെൽത്ത് കെയർ പ്രൊവൈഡർ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിൽ മേക്ക് ക്രിട്ടിക്കൽ ഡിസിഷൻ ഫോർ ഹിം ഓർ ഹർ. അപ്പം ബി ഓപ്ഷൻ പറയുന്നത് എന്താണ്? ഹെൽത്ത് കെയർ പ്രൊവൈഡറോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസോ ആയിരിക്കും ക്രിട്ടിക്കൽ ഡിസിഷൻസ് എടുക്കുന്നത്. ആർക്ക് വേണ്ടിയിട്ട്? പേഷ്യൻസിന് വേണ്ടിയിട്ട്, ഹിം ഓർ ഹർ. 3ാമത്തെ ഓപ്ഷൻ, ഇഫ് എ പേഴ്സൺ ഡസ് നോട്ട് ഹാവ് ആൻ അഡ്വാൻസ് ഡയറക്റ്റീവ് ഹിസ് റിലേറ്റീവ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ ദിസ് ഡിസിഷൻ. ഈ ഡിസിഷൻസിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് റിലേറ്റീവ്സ് ആണെന്നാണ് പറയുന്നത്. എ ഓപ്ഷൻ പറയുന്നത് കോർട്ട് ആണ് ഡിസിഷൻ എടുക്കുന്നത് എന്ന്. ബി ഓപ്ഷൻ പറയുന്നത് ഹെൽത്ത് കെയർ പ്രൊവൈഡർ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കും എന്നാണ് പറഞ്ഞത്. സി ഓപ്ഷൻ പറയുന്നത് അവരുടെ റിലേറ്റീവ്സ് ആണ് റെസ്പോൺസിബിൾ ആയിരിക്കുക എന്നാണ് പറഞ്ഞത്. ഇനി നമുക്ക് പാരഗ്രാഫിലോട്ട് പോകാം. ഹെഡിങ് എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ അഡ്വാൻസ് ഡയറക്റ്റീവ് ആണ് നമ്മുടെ ഹെഡിങ്. ഇനി നമ്മൾ ഫസ്റ്റ് സെൻറ്റൻസിലോട്ട് പോകുന്നു. എ കോമ്പിനേഷൻ അഡ്വാൻസ് ഡയറക്റ്റീവ് ഈസ് എ സൈൻഡ്, വിറ്റ്നസ്ഡ് ഓർ നോട്ടറൈസ്ഡ് document which contains specific written directions that are to be followed by a named agent. അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസിൽ പറയുന്നത് ഈ കോമ്പിനേഷൻ അഡ്വാൻസ് ഡയറക്റ്റീവ് എന്താണെന്നാണ് പറയുന്നത്. അതെന്ന് പറയുന്നത് ഒരു സൈൻഡ് ആയിട്ടുള്ള വിറ്റ്നസ്ഡ് ഡോക്യുമെൻ്റ് ആണ്. അതിനകത്ത് എന്താണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്? സ്പെസിഫിക് ഡയറക്ഷൻസ് ദാറ്റ് ആർ ടു ബി ഫോളോഡ് ബൈ എ നെയിംഡ് ഏജൻറ്റ്. അപ്പം ഒരു ഏജൻറ്റ് ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള സ്പെസിഫിക് റിട്ടേൺ ഡയറക്ഷൻസ് ആയിരിക്കും അതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. സിൻസ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു പ്രെഡിക്റ്റ് ഓൾ സർക്കംസ്റ്റാൻസസ് ദാറ്റ് മേ ബി ഫേസ്ഡ് ഇൻ ദ ഫ്യൂച്ചർ. അപ്പം പറയുന്നത് ഫ്യൂച്ചറിൽ ഉണ്ടായേക്കാവുന്ന എല്ലാ സർക്കംസ്റ്റാൻസസും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞത്. ഓർ ടു കവർ ഓൾ പോസിബിൾ ഇൻ്റർവെൻഷൻസ്. Specific directions may severely limit and discretion and flexibility that agent needs and may restrict the agent's authority in a way signer did not intend. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നത് ഫ്യൂച്ചറിലുണ്ടാകുന്ന എല്ലാ സർക്കംസ്റ്റാൻസസും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, അതുപോലെ എല്ലാ ഇൻ്റർവെൻഷൻസും പോസിബിൾ ആവത്തില്ല എന്നുള്ള കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇൻ അഡീഷൻ, ദ സ്പെസിഫിക് റിട്ടേൺ ഡയറക്ഷൻസ് മെ നോട്ട് ബി ഓൾട്ടേർഡ് ത്രൂ ദ ഡിസ്കഷൻ ബിറ്റ്വീൻ ദ സൈനർ ആൻഡ് ദ ഏജൻറ്റ്. കൂടാതെ പറയുന്നത് എന്താണ്? സ്പെസിഫിക് റിട്ടേൺ ഡയറക്ഷൻസ് മെ നോട്ട് ബി ഓൾട്ടേർഡ്. ഇവർ ഏജൻറ്റും ഈ പേഷ്യൻറ്റും തമ്മിൽ അല്ലെങ്കിൽ ഏജൻറ്റ് സൈനറും തമ്മിൽ ഒരു സ്പെസിഫിക് ഡയറക്ഷൻസ് ആയിരിക്കുമല്ലോ അവർ സൈൻ ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് ഒരിക്കലും അവർക്ക് മെ നോട്ട് ബി ഓൾട്ടേർഡ്, അവർക്ക് ഓൾട്ടർ ചെയ്യാൻ പറ്റത്തില്ല, അത് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല ത്രൂ ഡിസ്കഷൻ ബിറ്റ്വീൻ ദ സൈനർ ആൻഡ് ഏജൻറ്റും സൈനറും കൂടെ ഡിസ്കസ് ചെയ്ത് ഈ ഡോക്യുമെൻറ്റിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞത്. എനി ചേഞ്ചസ് നെസസിറ്റേറ്റ് എ ന്യൂ ഡോക്യുമെൻറ്റ് ടു റിഫ്ലക്റ്റ് ന്യൂവൻസ് ഓർ ചേഞ്ച് ഡയറക്ഷൻസ്. എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് എന്താണ്? റിഫ്ലക്റ്റ് ന്യൂവൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡോക്യുമെൻറ്റ് ടു റിഫ്ലക്റ്റ്, അത് ഡോക്യുമെൻറ്റിൽ റിഫ്ലക്റ്റ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് all adults consider who will make a medical decisions for them if they are temporarily or permanently unable to make them for themselves. ഇപ്പം പറയുന്നത് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? അഡൾട്ട്സ് കൺസിഡർ ഹൂ വിൽ മേക്ക് മെഡിക്കൽ ഡിസിഷൻ ഫോർ ദം ഇഫ് ദേ ആർ ടെമ്പററിലി ഓർ പെർമനൻ്റ്ലി അണേബിൾ ടു മേക്ക് ദം ഫോർ ദംസെൽസ്.
ഒരു വ്യക്തി ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ ഡിസിഷൻ എടുക്കാൻ അണേബിൾ ആവുന്ന ടൈമിൽ ഒരു മെഡിക്കൽ ഡിസിഷൻ എടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾ അഡൽട്സ് കൺസിഡർ ഹൂ വിൽ മേക്ക്, ആരാണ് ഇതിന് ഡിസിഷൻ എടുക്കുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അൺലെസ് എ പേഴ്സൺ ഹാസ് ആൻ അഡ്വാൻസ് ഡയറക്റ്റീവ്, ഒരു പേഷ്യൻറ്റിന് അഡ്വാൻസ് ഡയറക്റ്റീവ് ഇല്ലാത്തിടത്തോളം കാലം മെനി ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ വിൽ മേക്ക് ക്രിട്ടിക്കൽ ഡിസിഷൻസ് ഫോർ ഹിം ഓർ ഹർ. അതായത് ഒരു പേഴ്സണിന് അഡ്വാൻസ് ഡയറക്റ്റീവ് ഇല്ലാത്തിടത്തോളം കാലം മെനി ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സും ഇൻസ്റ്റിറ്റ്യൂഷൻസും ആയിരിക്കും അവരുടെ ക്രിട്ടിക്കൽ ഡിസിഷൻസ് എടുക്കുന്നത്. അവർക്ക് വേണ്ടുന്ന ഒരു ക്രിട്ടിക്കൽ ഡിസിഷൻസ് എടുക്കുന്നതെന്ന് പറയുന്നത് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സും ഇൻസ്റ്റിറ്റ്യൂഷൻസും ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ഓർ ഇതല്ല എങ്കിൽ ആരാണ്? എ കോർട്ട് മേ അപ്പോയിൻറ്റ് എ ഗാർഡിയൻ ഹൂ ഈസ് അൺഫെമിലിയർ വിത്ത് ദ പേഴ്സൺസ് വാല്യൂസ് ആൻഡ് വിഷസ്. കോർട്ട് ഒരു ഗാർഡിയനെ അപ്പോയിൻറ്റ് ചെയ്യും. അവരെന്ന് പറയുന്നത് എന്താണ്? ഈ പേഴ്സൻ്റെ വാല്യൂസും വിഷസും ഒക്കെ അൺഫെമിലിയർ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഒരു അഡ്വാൻസ് ഡയറക്റ്റീവ്, ഇഫ് എ പേഴ്സൺ ഡസ് നോട്ട് ഹാവ് ആൻ അഡ്വാൻസ് ഡയറക്റ്റീവ്, ഒരു പേഴ്സണ് അഡ്വാൻസ് ഡയറക്റ്റീവ് ഇല്ല എങ്കിൽ എന്താണ് ചെയ്യുന്നത്? ആരാണ് ഡിസിഷൻ എടുക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇല്ല എങ്കിൽ എ ഓപ്ഷൻ പറഞ്ഞത് ക്രിട്ടിക്കൽ ഡിസിഷൻസ് ആർ മെയ്ഡ് ബൈ കോർട്ട്. അപ്പം നമ്മുടെ പാരഗ്രാഫിൽ എന്താണ് തന്നിരിക്കുന്നത്? ക്രിട്ടിക്കൽ ഡിസിഷൻസ് ആർ മെയ്ഡ് ബൈ കോർട്ട് എന്നാണോ തന്നിരിക്കുന്നത്? എ കോർട്ട് മേ അപ്പോയിൻറ്റ് എ ഗാർഡിയൻ, ഒരു കോർട്ട് ഒരു ഗാർഡിയനെ അപ്പോയിൻറ്റ് ചെയ്യും. ഈ ഗാർഡിയനാണ് ഡിസിഷൻ എടുക്കുന്നത് അല്ലേ? അയാളെന്ന് പറഞ്ഞാൽ ഈ പേഴ്സൻ്റെ വാല്യൂസും വിഷസും ഒക്കെ അൺഫെമിലിയർ ആയിരിക്കുകയും ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മുടെ ആൻസർ ഓപ്ഷൻ എ റോങ് ആണ് അല്ലേ? കോർട്ടല്ല എടുക്കുന്നത്, ഡിസിഷൻ എടുക്കുന്നത് ആരാണ്? കോർട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്ന ഗാർഡിയനാണ് ഡിസിഷൻ എടുക്കുന്നത്. അപ്പോൾ എ ഓപ്ഷൻ റോങ് ആണ്. കമ്മിങ് ടു ബി ഓപ്ഷൻ, ഹെൽത്ത് കെയർ പ്രൊവൈഡർ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ വിൽ മേക്ക് എ ക്രിട്ടിക്കൽ ഡിസിഷൻ ഫോർ ഹിം ഓർ ഹർ. അത് കറക്റ്റാണ് അല്ലേ? നമ്മുടെ പാരഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ട്, അൺലെസ് എ പേഴ്സൺ ഹാസ് ആൻ അഡ്വാൻസ് ഡയറക്റ്റീവ് മെനി ഹെൽത്ത് കെയർ പ്രൊവൈഡർ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിൽ മേക്ക് എ ക്രിട്ടിക്കൽ ഡിസിഷൻ ഫോർ ഹിം ഓർ ഹർ. അപ്പോൾ ഒന്നുകിൽ ഹെൽത്ത് കെയർ പ്രൊവൈഡറും ഇൻസ്റ്റിറ്റ്യൂഷനും ആയിരിക്കും, അതല്ലെങ്കിൽ കോർട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്ന ഗാർഡിയൻ ആയിരിക്കും. ഈ രണ്ട് പേരുടെ കാര്യമാണ് നമ്മുടെ പാരഗ്രാഫിൽ പറയുന്നത്. അഡ്വാൻസ് ഡയറക്റ്റീവ്, ഒരു പേഴ്സണ് അഡ്വാൻസ് ഡയറക്റ്റീവ് ഇല്ല എങ്കിൽ ഒന്നുകിൽ ഹെൽത്ത് കെയർ പ്രൊവൈഡറും ഇൻസ്റ്റിറ്റ്യൂഷനും എടുക്കും, അതല്ലെങ്കിൽ കോർട്ട് ഒരാളിനെ, ഒരു ഗാർഡിയനെ അപ്പോയിൻറ്റ് ചെയ്യും. ആ ഗാർഡിയൻ ആയിരിക്കും ഇവർക്ക് ഡിസിഷൻ എടുക്കുന്നത് എന്നാണ് നമ്മുടെ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മുടെ ആൻസർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ബി ആണ് കറക്റ്റായിട്ടുള്ളത്. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഹിസ് റിലേറ്റീവ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ ദീസ് ഡിസിഷൻസ്. ഈ ഒരു പാരഗ്രാഫിൽ അവരുടെ റിലേറ്റീവ്സിനെ പറ്റി ഒന്നും തന്നെ പറയുന്നില്ല. അപ്പം നമുക്ക് സി ഓപ്ഷനും എലിമിനേറ്റ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു ഈ കണ്ടീഷണൽ ക്വസ്റ്റ്യൻസിനെ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നതെന്ന്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, കണ്ടീഷണൽ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ എപ്പോഴും ലാസ്റ്റ് ലൈൻസിലായിരിക്കും വരുന്നത്. കാരണം ആദ്യം പറയുന്നത് നമുക്ക് തരുന്ന ടോപ്പിക് എന്താണോ അതെന്താണ് എന്ന് ഒരു എക്സ്പ്ലനേഷൻ ആയിരിക്കും ആദ്യത്തെ സെൻറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താണ്? കോമ്പിനേഷൻ അഡ്വാൻസ് ഡയറക്റ്റീവ് എന്നുള്ളതാണ് നമ്മുടെ ടോപ്പിക്ക്. അപ്പോൾ അതെന്താണെന്നാണ് ആദ്യം പറഞ്ഞത്. കോമ്പിനേഷൻ അഡ്വാൻസ് ഡയറക്റ്റീവ് ഇസ് എ സൈൻഡ് വിറ്റ്നസ്ഡ് ഡോക്യുമെൻറ്റ് വിച്ച് കണ്ടെയ്ൻസ് സ്പെസിഫിക് റിട്ടൺ ഡയറക്ഷൻസ് ദാറ്റ് ആർ ടു ബി ഫോളോഡ് ബൈ എ നെയിംഡ് ഏജൻറ്റ് എന്ന് പറയും. അപ്പം അതെന്താണെന്ന് ആദ്യം പറയും. പിന്നെ എന്താ പറയുന്നത്, പിന്നെ ജനറലായിട്ടുള്ള റൂള്, അതായത് എങ്ങനെയാണ് ഒരു അഡ്വാൻസ് ഡയറക്റ്റീവിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അതിനകത്ത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നുള്ള കാര്യമെല്ലാം പറഞ്ഞിട്ട് പിന്നെ ഏറ്റവും ലാസ്റ്റ് നമ്മളോട് പറയുന്നത് എങ്ങനെയാണ്, ഇങ്ങനെ ഒരു എക്സെപ്ഷൻ, ഇതിനകത്തൊരു എക്സെപ്ഷൻ ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പേഴ്സണ് തന്നെ അഡ്വാൻസ് ഡയറക്റ്റീവ് എടുക്കാൻ ടെമ്പററി ആയിട്ടോ പെർമനൻ്റ് ആയിട്ടോ അവർ അണേബിൾ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, അവർക്കൊരു അഡ്വാൻസ് ഡയറക്റ്റീവ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക? ഹോസ്പിറ്റലോ അതിൻ്റെ ഹെൽത്ത് കെയർ പ്രൊവൈഡറോ ഇൻസ്റ്റിറ്റ്യൂഷനോ അവർക്കൊരു അഡ്വാൻസ് ഡയറക്റ്റീവ് ക്രിട്ടിക്കൽ ഡിസിഷൻസ് എടുക്കുന്നത് ഇവരായിരിക്കുമെന്നാണ് പറഞ്ഞത്.
അപ്പം നമുക്ക് എപ്പോഴും കണ്ടീഷണൽ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് വരുന്നത് ലാസ്റ്റിലായിരിക്കും. ആദ്യം അതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയും, അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ പറയും, അതിനുശേഷം അത് ജനറലി എങ്ങനെയാണ് ആ കാര്യം നടക്കുന്നതെന്ന് പറയും, പിന്നെ ഇതിനകത്തെ എക്സെപ്ഷൻ എന്താണെന്ന് പറയും. അപ്പം നമ്മളോട് ചോദിക്കുന്നത് എപ്പോഴും ഈഫ് ക്ലോസ് വെച്ചിട്ട് ഈഫ് വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ എൻഡ് വിത്ത് ഈഫ് ആണെന്നുണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കുന്നത് ഈ ഒരു കണ്ടീഷനിൽ എങ്ങനെയായിരിക്കും, ഈ ഒരു എക്സെപ്ഷനിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പം നമുക്ക് ലാസ്റ്റിൽ നിന്നായിട്ട് ആയിരിക്കും ആൻസർ വരുന്നത്. അതുപോലെ തന്നെ ഈ കണ്ടീഷണൽ ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സിലോട്ട് നയിക്കുന്ന കുറച്ച് വേർഡ്സുകളുണ്ട്. ഒന്നീ പറയാം ഇൻ സർട്ടൻ സിറ്റുവേഷൻസ്. അപ്പോൾ അവിടെ ആ ഒരു കണ്ടീഷനാണ് അവിടെ അവർ പറയുന്നത്. അപ്പോൾ നമുക്ക് അവിടെ നിന്നതിന് നമ്മുടെ ആൻസറിലോട്ട് പോകുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇൻ സർട്ടൻ സിറ്റുവേഷൻ, അതല്ല എങ്കിൽ അൺലെസ് എന്ന് പറഞ്ഞാൽ അല്ലാത്ത പക്ഷം, അല്ലെങ്കിൽ അങ്ങനെ അല്ല എങ്കിൽ എന്ന് പറയുമ്പോൾ അതൊരു കണ്ടീഷനാണ്. അതായത് നമ്മുടെ കണ്ടീഷണൽ ക്വസ്റ്റ്യൻസിൽ അൺലെസ് എന്നോ ഇൻ സർട്ടൻ സിറ്റുവേഷൻസ് എന്നോ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അത് കഴിഞ്ഞ് കെയർഫുള്ളായിട്ട് റീഡ് ചെയ്താൽ നമ്മുടെ ആൻസറിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ രണ്ട് വേർഡ്സും നമ്മുടെ കണ്ടീഷനെ കാണിക്കുന്ന വേർഡ്സുകളാണ്. അതായത് ഏത് സിറ്റുവേഷനിലാണ് എന്നാണല്ലോ ഈഫ് വെച്ചിട്ട് നമ്മളോട് ചോദിക്കുന്നത്, ആ എക്സെപ്ഷണൽ സിറ്റുവേഷൻ ഏതാണെന്നുള്ളത്. അപ്പം അൺലെസ് എന്നോ ഇൻ സർട്ടൻ സിറ്റുവേഷൻസ് എന്നോ കണ്ടു കഴിഞ്ഞിട്ട് അതിന് ശേഷം എഴുതിയിരിക്കുന്ന സെൻറ്റൻസിനെ നമ്മൾ കെയർഫുള്ളായിട്ട് റീഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസറിലോട്ട് എത്താൻ കഴിയുന്നതായിരിക്കും. ഇത് നമ്മുടെ ഒരു ചെറിയൊരു ടിപ്പാണ്. ഇനി നമ്മൾ 5ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. ദ ഗ്രൂപ്പ് നോൺ ആസ് ഇംപേഷ്യൻറ്റ് പേഷ്യൻസ് ആർ മോർ ലൈക്ലി ടു കണ്ടിന്യൂ വിത്ത് എ കോഴ്സ് ഓഫ് പ്രിസ്ക്രൈബ്ഡ് മെഡിക്കേഷൻ ഇഫ്. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താണ്? ദ ഗ്രൂപ്പ് നോൺ ആസ് ഇംപേഷ്യൻറ്റ് പേഷ്യൻസ് ഒരു ഗ്രൂപ്പാണ് ഇംപേഷ്യൻറ്റ് പേഷ്യൻസ് എന്ന് പറയുന്നത്. ആർ മോർ ലൈക്ലി ടു കണ്ടിന്യൂ വിത്ത് എ കോഴ്സ് ഓഫ് പ്രിസ്ക്രൈബ്ഡ് മെഡിക്കേഷൻ ഇഫ്. എങ്ങനെയാണ് ഏത് സിറ്റുവേഷനിലാണ് ഇംപേഷ്യൻറ്റ് പേഷ്യൻസ് അവർക്ക് പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിക്കേഷൻസ് കൂടുതലായിട്ടും കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് ഉള്ളത്? ഏത് സിറ്റുവേഷനിലാണ് ഏതൊരു സിറ്റുവേഷനിലാണ് ഇംപേഷ്യൻറ്റ് പേഷ്യൻസ് അവർക്ക് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന കോഴ്സ് ഓഫ് മെഡിക്കേഷൻസ് കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ ഗ്രൂപ്പ് നോൺ ആസ് ഇംപേഷ്യൻറ്റ് പേഷ്യൻസ് ആർ മോർ ലൈക്ലി ടു കണ്ടിന്യൂ വിത്ത് എ കോഴ്സ് ഓഫ് പ്രിസ്ക്രൈബ്ഡ് മെഡിക്കേഷൻ ഇഫ്. ഇങ്ങനെയാണെങ്കിലാണ് അവർ കണ്ടിന്യൂ ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ ഇൻകംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ആൻസർ ഓപ്ഷൻ കൂട്ടി വായിക്കുന്നു. ദ ഗ്രൂപ്പ് നോൺ ആസ് ഇംപേഷ്യൻറ്റ് പേഷ്യൻസ് ആർ മോർ ലൈക്ലി ടു കണ്ടിന്യൂ വിത്ത് എ കോഴ്സ് ഓഫ് പ്രിസ്ക്രൈബ്ഡ് മെഡിക്കേഷൻ ഇഫ് ദെയർ ട്രീറ്റ്മെൻറ്റ് ക്യാൻ ബി കംപ്ലീറ്റഡ് ഓവർ എ റെഡ്യൂസ്ഡ് പീരീഡ് ഓഫ് ടൈം. എ ഓപ്ഷൻ പറയുന്നത് അവരുടെ ട്രീറ്റ്മെൻറ്റ് ഒരു റെഡ്യൂസ്ഡ് പീരീഡ് ഓഫ് ടൈമിൽ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിലാണോ അവർ ഈ കോഴ്സ് ഓഫ് മെഡിക്കേഷൻ കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് കൂടുതൽ. ബി ഓപ്ഷൻ പറയുന്നത് ദ ഗ്രൂപ്പ് നോൺ ആസ് ഇംപേഷ്യൻറ്റ് പേഷ്യൻസ് ആർ മോർ ലൈക്ലി ടു കണ്ടിന്യൂ വിത്ത് എ കോഴ്സ് ഓഫ് പ്രിസ്ക്രൈബ്ഡ് മെഡിക്കേഷൻ ഇഫ് ഇറ്റ് ഈസ് പോസിബിൾ ടു ലിങ്ക് ദെയർ ട്രീറ്റ്മെൻറ്റ് വിത്ത് എ ഫിനാൻഷ്യൽ അഡ്വാൻറ്റേജ്. അവരുടെ ട്രീറ്റ്മെൻറ്റ് ഒരു ഫിനാൻഷ്യൽ അഡ്വാൻറ്റേജുമായിട്ട് ലിങ്ക് ചെയ്യുമ്പോഴാണോ അവരിത് കോഴ്സ് ഓഫ് മെഡിക്കേഷൻസ് കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് കൂടുതൽ. മൂന്നാമത്തെ ഓപ്ഷൻ പറയുന്നത് ദ ഗ്രൂപ്പ് നോൺ ആസ് ഇംപേഷ്യൻറ്റ് പേഷ്യൻസ് ആർ മോർ ലൈക്ലി ടു കണ്ടിന്യൂ വിത്ത് എ കോഴ്സ് ഓഫ് പ്രിസ്ക്രൈബ്ഡ് മെഡിക്കേഷൻ ഇഫ് ഇറ്റ്സ് ഷോർട്ട് ടേം ബെനിഫിറ്റ്സ് ആർ എക്സ്പ്ലെയിൻഡ് ടു ദെം. അവരോട് ആ ഷോർട്ട് ടേം ബെനിഫിറ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോഴാണോ അവർ ഈ കോഴ്സ് ഓഫ് പ്രിസ്ക്രൈബ്ഡ് മെഡിക്കേഷൻ കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് കൂടുതൽ എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ ഹെഡിങ് വായിക്കുന്നു മെഡിക്കേഷൻ അഡ്ഹറൻസ് ആൻഡ് ഇംപേഷ്യൻറ്റ് പേഷ്യൻസ്. മെഡിക്കേഷൻ അഡ്ഹറൻസ് എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന മെഡിക്കേഷൻ അവർ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. മെഡിക്കേഷൻ അഡ്ഹറൻസ് ആൻഡ് ഇംപേഷ്യൻറ്റ് പേഷ്യൻസ്. അപ്പം ഫസ്റ്റ് സെൻറ്റൻസ് എ റീസെൻറ്റ് ആർട്ടിക്കിൾ അഡ്രസ്ഡ് ദ ബിഹേവിയർ ഓഫ് പീപ്പിൾ ഹൂ ഹാവ് ടേസ്റ്റ് ഫോർ ദ പ്രസൻറ്റ് റാദർ ദാൻ ഫ്യൂച്ചർ. ഒരു ആർട്ടിക്കിൾ അഡ്രസ്സ് ചെയ്തിരിക്കുന്നത് എന്തിനെയാണ്? കുറേ ബിഹേവിയർ ഓഫ് ദ പീപ്പിൾ ഹൂ ഹാവ് എ ടേസ്റ്റ്. അതായത് കുറച്ച് ആൾക്കാരുടെ ബിഹേവിയറാണ്. അത് ഏത് ടൈപ്പ് ഓഫ് ആൾക്കാരാണെന്ന് പറയുന്നത് ഹൂ ഹാവ് എ ടേസ്റ്റ് ഫോർ പ്രസൻറ്റ് റാദർ ദാൻ
ഫ്യൂച്ചർ. അവർ തിങ്ക് ചെയ്യുന്നത് പ്രസൻറ്റിനെ പറ്റി. അവർക്ക് അവരുടെ ചിന്തകളിൽ പ്രസൻറ്റിനെ പറ്റിയുള്ള ചിന്തകളാണ്. അവർ ഫ്യൂച്ചറിനെ പറ്റി അവർ ചിന്തിക്കുന്നില്ല. റാദർ ദാൻ ഫ്യൂച്ചർ എന്നാണ് പറഞ്ഞത്. ഇറ്റ് പ്രപ്പോസ്ഡ് ദാറ്റ്, ഇത് എന്താണ് പ്രപ്പോസ് ചെയ്യുന്നത്, ദി സോ കാൾഡ് ഇംപേഷ്യൻറ്റ് പേഷ്യൻസ് ആർ അൺലൈക്ലി ടു അഡ്ഹെയർ ടു മെഡിക്കേഷൻ ദാറ്റ് റിക്വയർ യൂസ് ഓവർ ആൻ എക്സ്റ്റെൻഡഡ് പീരീഡ്. ഇത് പറയുന്നതെന്ന് പറഞ്ഞാൽ, പ്രപ്പോസ് ചെയ്യുന്ന ഇംപേഷ്യൻറ്റ് പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ ആർ അൺലൈക്ലി ടു അഡ്ഹെയർ, അവർക്ക് മെഡിക്കേഷൻ അഡ്ഹെയർ ചെയ്യാനുള്ള ചാൻസ് ഇല്ല. ടു മെഡിക്കേഷൻസ് ദാറ്റ് റിക്വയർ യൂസ് ഓവർ ആൻ എക്സ്റ്റെൻഡഡ് പീരീഡിലേക്ക് മെഡിക്കേഷൻ പ്രിസ്ക്രൈബ് ചെയ്താൽ അവരത് ഫോളോ ചെയ്യാനുള്ള ചാൻസ് ഇല്ല. The article proposes that an impatience phenotype exists that an assessing this patient's view of the future while stressing the immediate advantages of adherence may improve the adherence rate more than emphasizing potentially distant complications. ഈ ആർട്ടിക്കിൾ എന്താണ് പ്രപ്പോസ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ളവരോട് നമ്മൾ, ഈ ഇംപേഷ്യൻറ്റ് പേഷ്യൻസിനോട് നമ്മൾ അവരോട് ഇമ്മീഡിയറ്റ് അഡ്വാൻറ്റേജസ് സ്ട്രെസ് ചെയ്ത് പറയുന്നതാണ് ഈ മെഡിക്കേഷൻ അഡ്ഹറൻസ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത്. മോർ ദാൻ എംഫസൈസിങ് പൊട്ടൻഷ്യലി ഡിസ്റ്റൻറ്റ് കോംപ്ലിക്കേഷൻ. പൊട്ടൻഷ്യലി ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് പറഞ്ഞവരെ കൊണ്ട് ഈ മെഡിക്കേഷൻ അഡ്ഹറൻസിന് ശ്രമിക്കുന്നതിനേക്കാളും നല്ലത് അവരോട് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള അഡ്വാൻറ്റേജസ് പറഞ്ഞു കൊടുത്ത് സ്ട്രെസ് ചെയ്യുന്നതാണ് നല്ലതെന്നാണ് പറയുന്നത്. The authors suggest that rather than attempting to change the character of those who are impatient, it may be wise to ascertain the patient's individual priorities. The authors എന്താണ് സജസ്റ്റ് ചെയ്യുന്നത്, അവരുടെ ഈ ഇംപേഷ്യൻറ്റ് പേഷ്യൻസിൻ്റെ ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നത് അത്ര ബുദ്ധിപരമായ കാര്യമല്ല. Characters to impatient, it may wise to ascertain the patient's individual priorities. അപ്പം എന്താണ്, അവരുടെ ക്യാരക്ടർ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നതിനേക്കാൾ നല്ലത് എന്താണ്, പേഷ്യൻസിൻ്റെ ഇൻഡിവിജ്വൽ പ്രയോറിറ്റൈസ് കൊടുക്കുന്നതാണ് നല്ല കാര്യം എന്നാണ് അവർ പറയുന്നത്. പെർട്ടിക്കുലർലി, പ്രത്യേകിച്ചും എങ്ങനെയാണ്, ആസ് ദേ റിലേറ്റ് ടു ഇമ്മീഡിയറ്റ് ഗെയിൻസ്, അവരോട് പെട്ടെന്നുള്ള അഡ്വാൻറ്റേജസ്, ഈ മെഡിക്കേഷൻ കഴിച്ചാലുള്ള ഗുണങ്ങളെപ്പറ്റി, അതിൻ്റെ പെട്ടെന്നുണ്ടാകുന്ന ഗുണങ്ങളെപ്പറ്റി അവർ പറഞ്ഞ് മനസ്സിലാക്കുന്നതാണ് നല്ലത് എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, അതിനൊരു എക്സാമ്പിൾ പറയുവാണ്, വൈൽ അഡ്വൈസിങ് ആൻ ഇംപേഷ്യൻറ്റ് പേഷ്യൻറ്റ് വിത്ത് ഡയബറ്റീസ് സ്ട്രെസ്സിങ് ദ ഇംപ്രൂവ്മെൻറ്റ് ഇൻ വിഷ്വൽ അക്യൂറ്റി റാദർ ദാൻ അവോയ്ഡൻസ് ഓഫ് റെറ്റിനോപ്പതി മേ റിസൾട്ട് ഗ്രേറ്റർ മെഡിക്കേഷൻ അഡ്ഹറൻസ് റേറ്റ്സ്. അപ്പോൾ ഇവിടെ പറയുന്നൊരു എക്സാമ്പിൾ പറയുന്നത്, ഡയബറ്റിക് പേഷ്യൻസിനോട് സ്ട്രെസ്സിങ് ദ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് വിഷ്വൽ അക്യൂറ്റി റാദർ ദാൻ അവോയ്ഡൻസ് ഓഫ് റെറ്റിനോപ്പതി. ഇപ്പം മെഡിക്കേഷൻ ഡയബറ്റീസ് ആയിട്ടുള്ളൊരു പേഷ്യൻറ്റിനോട് അഡ്വൈസ് ചെയ്യുക എന്താണ്, ഇംപ്രൂവ്മെൻറ്റ്, അവരുടെ മെഡിക്കേഷൻസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ വിഷ്വൽ അക്യൂറ്റി ഇംപ്രൂവ് ചെയ്യും എന്ന് പറഞ്ഞു കൊടുക്കുക. അവോയ്ഡൻസ് ഓഫ് റെറ്റിനോപ്പതി മേ റിസൾട്ട് ഇൻ ഗ്രേറ്റർ മെഡിക്കേഷൻ അഡ്ഹറൻസ് റേറ്റ്. ഫ്യൂച്ചറിൽ നമുക്ക് റെറ്റിനോപ്പതി എന്ന കോംപ്ലിക്കേഷൻസ് അവോയ്ഡ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നതിനേക്കാൾ നല്ലത് നമ്മൾ മെഡിക്കേഷൻസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വിഷ്വൽ അക്യൂറ്റി കൂട്ടാമെന്ന് പറഞ്ഞു കൊടുക്കുന്നതാണെന്നാണ് പറയുന്നത്. അഡീഷണലി ലിങ്കിങ് ദ കോസ്റ്റ് ഓഫ് ദ ഫ്രീക്വൻ്റ്ലി ചേഞ്ചിങ് പ്രിസ്ക്രിപ്ഷൻ ലെൻസസ്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ ലിങ്ക് ചെയ്യുക, കോസ്റ്റിൻ്റെ കാര്യം അഡ്വാൻറ്റേജസ് ആയിട്ട് പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെ നമ്മൾ മെഡിക്കേഷൻസ് കറക്റ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ലെൻസസ് ചേഞ്ച് ചെയ്യുന്നതിനുള്ള കോസ്റ്റും നമുക്ക് ലാഭിക്കാൻ പറ്റുമെന്ന് പറയുന്നു. When visual acuity fluctuates with glycemic levels may sometimes provide the patient with an immediate financial motivation. ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് അവർക്കൊരു ഫിനാൻഷ്യൽ മോട്ടിവേഷൻ കൂടാവും. അതുമൂലം അവർ പേഷ്യൻ്റ് മെഡിക്കേഷൻ അഡ്ഹറൻസ് ഉണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് നമ്മളോട് പറയുന്നത്, ഏത് സാഹചര്യത്തിലാണ് പേഷ്യൻ്റ് കണ്ടിന്യൂ വിത്ത് എ കോഴ്സ് ഓഫ് പ്രിസ്ക്രൈബ്ഡ് മെഡിക്കേഷൻ, എങ്ങനെ ഏതൊരു സാഹചര്യത്തിലാണ്, ഏതൊരു കണ്ടീഷനിലാണ് ഇംപേഷ്യൻറ്റ് പേഷ്യൻസ് അവരുടെ പ്രിസ്ക്രൈബ്ഡ് മെഡിക്കേഷൻ കണ്ടിന്യൂ ചെയ്യുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചത് അല്ലേ. ആൻസർ എ പറയുന്നത് ദെയർ ട്രീറ്റ്മെൻറ്റ് ക്യാൻ ബി കംപ്ലീറ്റഡ് ഓവർ എ റെഡ്യൂസ്ഡ് പീരീഡ് ഓഫ് ടൈം. ഒരു ചെറിയ പീരീഡ് ഓഫ് ടൈമിൽ അവരുടെ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആക്കിയാലാണ് അവർക്ക് കൊടുത്ത മെഡിക്കേഷൻസ് കണ്ടിന്യൂ ചെയ്യുന്നത് എന്നാണ് പറയുന്നത് എ ഓപ്ഷൻ.
അങ്ങനെ ഒന്നും തന്നെ ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ അവരുടെ മെഡിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യണമെന്നൊന്നും ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യണമെന്നൊന്നും തന്നെ നമ്മുടെ പാരഗ്രാഫിൽ പറയുന്നില്ല. അപ്പോൾ നമുക്ക് എ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. ബി ഓപ്ഷനിലോട്ട് വരുമ്പോൾ ഇറ്റ് ഈസ് പോസിബിൾ ടു ലിങ്ക് ദെയർ ട്രീറ്റ്മെൻറ്റ് വിത്ത് ഫിനാൻഷ്യൽ അഡ്വാൻറ്റേജ്. ഫിനാൻഷ്യൽ അഡ്വാൻറ്റേജിൻ്റെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. അവരതിനൊരു എക്സാമ്പിളായിട്ടാണ് പറയുന്നത് അല്ലേ. ഇങ്ങനെ അഡീഷണലി, അതായത് പിന്നെ നമ്മൾ മെഡിക്കേഷൻ അഡ്ഹറൻസിന് വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റായിട്ട് മെഡിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ അത് അവർക്കൊരു ഫിനാൻഷ്യൽ അഡ്വാൻറ്റേജസ് കൂടെ ഉണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. പക്ഷേ അതൊരു എക്സാമ്പിളായിട്ടാണ് അവിടെ പറയുന്നത് അല്ലേ. ഈ ഒരു സാഹചര്യത്തിലാണ് അവർ കണ്ടിന്യൂ കോഴ്സ് ഓഫ് പ്രിസ്ക്രൈബ്ഡ് മെഡിക്കേഷൻ അല്ലല്ലോ. ഏത് സാഹചര്യത്തിലാണ് അവർ കൂടുതലും പ്രിസ്ക്രൈബ് ചെയ്ത മെഡിക്കേഷൻസ് കണ്ടിന്യൂ ചെയ്യുന്നത് എന്നുള്ള ആ ഒരു സാഹചര്യമല്ല അല്ലേ അവരുടെ ഫിനാൻഷ്യൽ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ബി ഓപ്ഷനും എലിമിനേറ്റ് ചെയ്യാം. സി ഓപ്ഷൻ ഇറ്റ് ഷോർട്ട് ടേം ബെനിഫിറ്റ്സ് ആർ എക്സ്പ്ലെയിൻഡ് ടു ദം. അതെ, അതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അതായത് ഷോർട്ട് ടേം ബെനിഫിറ്റ്സ് അവരോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താലാണ് അവർ മോർ ചാൻസ് ടു കണ്ടിന്യൂ വിത്ത് എ കോഴ്സ് ഓഫ് പ്രിസ്ക്രൈബ്ഡ് മെഡിക്കേഷൻ. അവർക്ക് പ്രിസ്ക്രൈബ് ചെയ്ത മെഡിക്കേഷൻസ് കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് കൂടുന്നത്. അപ്പോൾ ഏത് സാഹചര്യം, ആ ഒരു എക്സെപ്ഷണൽ സിറ്റുവേഷനാണ് ചോദിക്കുന്നത്. ഏത് സാഹചര്യത്തിലാണ് അവർക്ക് പ്രിസ്ക്രൈബ് ചെയ്ത മെഡിക്കേഷൻസ് കണ്ടിന്യൂ ചെയ്യുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ ആൻസർ എന്താ? ഷോർട്ട് ടേം ബെനിഫിറ്റ്സ് ആർ എക്സ്പ്ലെയിൻഡ് ടു ദം. ഇവിടെ നമ്മുടെ ആൻസർ വരുന്നത് പെർട്ടിക്കുലർലി ആസ് ദേ റിലേറ്റ് ടു ഇമ്മീഡിയറ്റ് ഗെയിൻസ് എന്ന് പറഞ്ഞില്ലേ, അതാണ്. ഇറ്റ് മേ ബി വൈസ് ടു അസർട്ടൈൻ ദ പേഷ്യൻസ് ഇൻഡിവിജ്വൽ പ്രയോറിറ്റൈസ് പെർട്ടിക്കുലർലി ആസ് ദേ റിലേറ്റ് ടു ഇമ്മീഡിയറ്റ് ഗെയിൻസ്. അവിടെയാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് കരുതുന്നു. എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കമൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയുടെ അടിയിലായിട്ട് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ കുറേ മെറ്റീരിയൽസ് എടുത്ത് അതിനകത്തുനിന്ന് എല്ലാം തിരഞ്ഞെടുത്ത ക്വസ്റ്റ്യൻസാണ് ഈ കിട്ടിയേക്കുന്നത്. അന്നേരം എനിക്ക് കിട്ടിയ കുറച്ച് മെറ്റീരിയൽസാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആവുമെന്ന് ഞാൻ കരുതുന്നു. അതുപോലെ തന്നെ നാളെ, അതായത് February 24 എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എക്സാം എഴുതാൻ പോകുന്നവരോട് പറയാനുള്ള ഒരേ ഒരു കാര്യം, നമുക്ക് ചെയ്യാനുള്ള എല്ലാ പാർട്ടുകളും നമ്മളിവിടെ ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ സ്വസ്ഥമായിട്ട് ശാന്തമായിട്ടും കിടന്നുറങ്ങുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക, പിന്നെ നമ്മളുടെ ധൈര്യപൂർവ്വം, അതായത് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഉയർത്തിക്കൊണ്ട് വേണം നമ്മൾ എക്സാമിന് പോകാനായിട്ട്. ഒരിക്കലും നമ്മൾ ഇപ്പം റീഡിംഗ് ആയാലും ലിസണിങ് ആയാലും ഏത് മൊഡ്യൂളായാലും നമുക്ക് ഒരു പാർട്ട് നമുക്ക് നഷ്ടപ്പെട്ടു, നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നഷ്ടപ്പെട്ടാലും അവിടെ നമ്മുടെ കോൺഫിഡൻസ് ലൂസ് ആവാതെ നമ്മൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻ ഞാൻ നന്നായിട്ട് ചെയ്ത് എനിക്കിവിടെ ബി ഗ്രേഡ് നേടാൻ പറ്റും എന്നൊരു കോൺഫിഡൻസോട് കൂടി നമ്മൾ ചെയ്യുക. അല്ലാതെ 2-3 ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടാതെ പോയതുകൊണ്ട് അവിടെ മുഴുവൻ നമ്മുടെ എക്സാമിനെ സ്പോയിൽ ചെയ്യുക അല്ല വേണ്ടത്. നമ്മൾ ആ എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങുന്നത് വരെ നമ്മൾക്ക് കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. ഇല്ല, ഞാനിത് എങ്ങനെയായാലും ഞാനിത് ക്രാക്ക് ചെയ്യും എന്നുള്ള ഒരു കോൺഫിഡൻസോട് കൂടി നിങ്ങളതിനെ എഴുതുക. എല്ലാവർക്കും നാളെ എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾ എക്സാം കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങളുടെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതിനെ പറ്റി ഒന്ന് പറ്റുമെങ്കിൽ ആർക്കെങ്കിലും പറ്റുന്നവർ വീഡിയോയുടെ അടിയിലായിട്ട് കമൻറ്റ് ചെയ്യുക. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം, റീഡിംഗ് ആയാലും ലിസണിങ് ആയാലും എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് എല്ലാ മൊഡ്യൂളിനെ പറ്റിയും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. ദ ഫ്ലോ ചാർട്ട് ബിലോ വുഡ് മോസ്റ്റ് ലൈക്ലി ബി ഫോളോഡ് ഇഫ്. ഏത് സിറ്റുവേഷനിലാണ് നമുക്ക് ഈ ഫ്ലോ ചാർട്ട് മോസ്റ്റ് ലൈക്ലി ഫോളോ ചെയ്യാൻ പറ്റുന്നത്? അതായത് ഏത് സിറ്റുവേഷനിലാണ് ഈ ഫ്ലോ ചാർട്ട് നമുക്ക് കൂടുതലായിട്ട് ആപ്റ്റ് ആവുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ ആൻസർ ഓപ്ഷൻ നോക്കാം. ദ പേഷ്യൻ്റ് ഹാസ് ദ ഫ്ലോ ചാർട്ട് ബിലോ would most likely be followed if the patient has symptoms of autonomic dysreflexia. അപ്പം പറയുന്നത് പേഷ്യൻറ്റിന് ഓട്ടോണോമിക് ഡിസ്റെഫ്ലെക്സിയയുടെ സിംറ്റംസ് ഉണ്ടെങ്കിൽ എന്നാണ് ഈ ഓപ്ഷൻ പറയുന്നത്. ദ ഫ്ലോ ചാർട്ട് ബിലോ വുഡ് മോസ്റ്റ് ലൈക്ലി ബി ഫോളോഡ് ഇഫ് ദ പേഷ്യൻറ്റ് ഈസ്
സിംറ്റമാറ്റിക് വിത്ത് BP 25 mmHg എബോവ് നോർമൽ. അതായത് പറയുന്നത് സിംറ്റമാറ്റിക് ആയിരിക്കും, പേഷ്യൻ്റ് സിംറ്റമാറ്റിക്കും ആയിരിക്കും, അതുപോലെ തന്നെ BP എന്ന് പറയുന്നത് 25 mmHgയോ അതിന് മുകളിലോ ആയിരിക്കും എന്നാണ് പറയുന്നത്. എബോവ് നോർമൽ. സി എന്ന് പറയുമ്പോഴത്തേക്ക് ദ ഫ്ലോ ചാർട്ട് ബിലോ വുഡ് മോസ്റ്റ് ലൈക്ലി ബി ഫോളോഡ് ഇഫ് ദ പേഷ്യൻ്റ് എക്സ്പീരിയൻസ് സിംറ്റംസ് ഔട്ട്സൈഡ് ദ ഹോസ്പിറ്റൽ സെറ്റിങ്. പേഷ്യൻ്റ് സിംറ്റംസ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഹോസ്പിറ്റൽ സെറ്റിങ്ങിന് ഔട്ട്സൈഡ് ആണെങ്കിലാണ് ഈ ഫ്ലോ ചാർട്ട് ആപ്റ്റ് ആവുക എന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ ആദ്യത്തെ കോളത്തിൽ പറയുന്നത് പേഷ്യൻ്റ് ഹാസ് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ ഗ്രേറ്റർ ദാൻ 20 mmHg എബോവ് നോർമൽ ആൻഡ് സൈൻസ് ഓർ സിംറ്റംസ് സജസ്റ്റീവ് ഓഫ് ഓട്ടോണോമിക് ഡിസ്റിഫ്ലെക്സിയ. എൻ്റെ താഴത്തെ കോളത്തിൽ പറയുന്നത് ആസ്ക് അബൌട്ട് ഓട്ടോണോമിക് ഡിസ്റിഫ്ലെക്സിയ സസെപ്റ്റബിലിറ്റി കോൾ ഫോർ അസിസ്റ്റൻസ്. മൂന്നാമത്തേന് അത് തന്നെ സിറ്റ് പേഷ്യൻ്റ് അപ്രൈറ്റ് ആൻഡ് ലോവർ ലെഗ്സ്, റിമൂവ് റെസ്ട്രിക്റ്റീവ് ക്ലോത്തിങ്, സോക്സ് ഓർ ഷൂസ് സ്ട്രാപ്സ്. അടുത്തത് പറയുന്നത് മോണിറ്റർ BP ആൻഡ് ഹാർട്ട് റേറ്റ് എവറി 2 to 5 minutes. അടുത്തത് പറയുന്നത് ചെക്ക് ആൻഡ് റിമൂവ് നോക്സിയസ് സ്റ്റിമുലൈ, ബ്ലാഡർ കത്തീറ്റർ ഫോൾഡഡ്, ബ്ലാഡർ ഡിസ്റ്റൻഷൻ, വവൽ കോൺസ്റ്റിപ്പേഷൻ, ഹെമറോയിഡ്സ്, സ്കിൻ പ്രഷർ അൾസർ, ഇറിറ്റേഷൻ. നാലാമത്തേത് പറയുന്നത് അതർ കോസസ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫ്ലോ ചാർട്ട് തന്നിരിക്കുന്നത്. ഒരു ഫ്ലോ ചാർട്ടിനകത്ത് അത് എന്തിനെ പറ്റിയാണ് അല്ലെങ്കിൽ ഏത് സിറ്റുവേഷനിലാണ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് എപ്പോഴും എവിടെയായിരിക്കും, അതിൻ്റെ ഏറ്റവും മുകളിലായിരിക്കും പറയുന്നത് അല്ലേ. ഏറ്റവും ആദ്യത്തെ ഒരു ആദ്യം നമ്മൾ റീഡിങ് എ പാർട്ട് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിരുന്നു ഫ്ലോ ചാർട്ടിൻ്റെ ഏറ്റവും മുകളിൽ അതിനെ ഡിവൈഡ് ചെയ്യുന്ന ആ ഭാഗത്തായിരിക്കും അതെന്തിനെ പറ്റിയാണ് പറയുന്നതെന്നുള്ളത് എഴുതിയിരിക്കുന്നത് അല്ലേ. അത് എന്തിനെക്കുറിച്ചുള്ള ഫ്ലോ ചാർട്ടാണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മളത് ഡിവൈഡ് ചെയ്യുന്നത് എവിടെയാണോ അതിൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്ന കോളംസ് വായിച്ച് നോക്കുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും അതെന്തിനെ പറ്റിയുള്ളതാണ്. അപ്പം ഇത് എവിടെയാണ് മോസ്റ്റ് ആപ്റ്റ് ആവുന്ന സിറ്റുവേഷൻ ഏതാണെന്നാണ് ചോദിച്ചത്. ഈ ഫ്ലോ ചാർട്ട് നമുക്ക് മോസ്റ്റ് ലൈക്ലി ബി ഫോളോഡ് ഈ 3 ഓപ്ഷനിൽ ഏത് ഓപ്ഷനിലാണ് നമുക്ക് കൂടുതലായിട്ട് ആപ്റ്റ് ആവുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ ആൻസർ ഓപ്ഷൻ എ പറഞ്ഞേക്കുന്നത് എന്താണ്, പേഷ്യൻ്റ് ഹാസ് സിംറ്റംസ് ഓഫ് ഓട്ടോണോമിക് ഡിസ്റിഫ്ലെക്സിയ. പേഷ്യൻറ്റിന് ഓട്ടോണോമിക് ഡിസ്റിഫ്ലെക്സിയയുടെ സിംറ്റംസ് ഉണ്ടെങ്കിൽ എന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ നമുക്കവിടെ എ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. ബിക്കോസ് നമ്മുടെ ആദ്യത്തെ ആ ഫ്ലോ ചാർട്ട് തുടങ്ങുന്നിടത്ത് പറഞ്ഞേക്കുന്നത് എന്താണ്, പേഷ്യൻ്റ് ഹാസ് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ ഗ്രേറ്റർ ദാൻ 20 mmHg എബോവ് നോർമൽ ആൻഡ് സൈൻസ് ഓർ സിംറ്റംസ് സജസ്റ്റീവ് ഓഫ് ഓട്ടോണോമിക് ഡിസ്റിഫ്ലെക്സിയ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും അവിടെ വരണം, എന്നാലേ നമ്മുടെ ആൻസർ കറക്റ്റ് ആകത്തുള്ളൂ. അപ്പോൾ അതിനകത്ത് ഒരു കാര്യം മാത്രമേ ഈ ഓപ്ഷനിൽ പറയുന്നുള്ളൂ, സിംറ്റംസിൻ്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. നമ്മുടെ ബ്ലഡ് പ്രഷറിൻ്റെ കാര്യം അവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ആൻസർ ഓപ്ഷൻ എ എലിമിനേറ്റ് ചെയ്യാം. ബി വരുമ്പോഴത്തേക്ക് ദ പേഷ്യൻ്റ് സിംറ്റമാറ്റിക് വിത്ത് BP 25 mmHg എബോവ് നോർമൽ. പേഷ്യൻ്റ് ഈസ് സിംറ്റമാറ്റിക്, അതാണ് സൈൻസ് ഓർ സിംറ്റംസ് സജസ്റ്റീവ് ഓഫ് ഓട്ടോണോമിക് ഡിസ്റിഫ്ലെക്സിയ എന്ന് പറയുന്നത്. ആൻഡ് BP 25 mmHg എബോവ് നോർമൽ. അപ്പം ബ്ലഡ് പ്രഷർ ഗ്രേറ്റർ ദാൻ 20 എന്ന് പറയുന്നതല്ലേ, 25 എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് വരത്തില്ലേ, ഗ്രേറ്റർ ദാൻ 20 എന്ന് പറയുമ്പം നമ്മുടെ ഓപ്ഷനിൽ തന്നേക്കുന്നത് 25 mmHg എബോവ് നോർമൽ എന്നാണ്. അപ്പം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. സി വരുമ്പോൾ പേഷ്യൻ്റ് എക്സ്പീരിയൻസ് സിംറ്റംസ് ഔട്ട്സൈഡ് ദ ഹോസ്പിറ്റൽ സെറ്റിംഗ്. അങ്ങനെ ഒരു കാര്യമേ നമ്മുടെ ഈ ഫ്ലോ ചാർട്ടിൽ പറയുന്നില്ല. അപ്പം നമുക്ക് സിയും എലിമിനേറ്റ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ഈ ഒരു ഫ്ലോ ചാർട്ടിൽ നിന്ന് നമ്മളെങ്ങനെയാണ് അതിൻ്റെ ആൻസറിലോട്ട് എത്തിയത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അതായത് കണ്ടീഷണൽ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് മിക്കവാറും ലാസ്റ്റ് ലൈനിലായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ എങ്കിൽ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലോ ചാർട്ടാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്കിവിടെ ആൻസർ വന്നത് ഫസ്റ്റ് ഏറ്റവും മുകളിൽ നിന്ന് നമുക്ക് കിട്ടിയത്. പക്ഷേ ഇതൊരു കണ്ടീഷണൽ ക്വസ്റ്റ്യൻ തന്നെയാണ്. എന്തുകൊണ്ടാണ് അത് എൻഡ് വിത്ത് ഇഫ് ആണ്. ദ ഫ്ലോ ചാർട്ട് ബിലോ വുഡ് മോസ്റ്റ് ലൈക്ലി ബി ഫോളോഡ് ഇഫ്. ഇങ്ങനെയാണ് നമ്മുടെ കണ്ടീഷണൽ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് കണ്ടുപിടിക്കുന്നത്. നിങ്ങൾക്കിത് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. എന്തായാലും ഇത്രയും നേരം ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചിരുന്ന എല്ലാവർക്കും 1000 നന്ദി. അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടിന് വളരെ 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 നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു.
അതുപോലെ തന്നെ ഇനിയും എൻ്റെ വീഡിയോസ് സപ്പോർട്ട് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. താങ്ക് യു.